ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 36-ാമത് വാക്യത്തിൽ മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാൻ നാം പ്രാപ്തരാകുക. അതാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പ്രമേയം. കഴിഞ്ഞ 3 രാത്രികളിലും അഭിഷക്ത കർത്തൃദാസന്മാരുടെ കേൾപ്പിക്കപ്പെട്ട ദൈവാലോചന നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ശാക്തീകരണത്തിനും പുനരാഗമന പ്രതീക്ഷ വർദ്ധിക്കേണ്ടതിനും കാരണമാകണം. നമ്മളിവിടെ എന്നും കഴിഞ്ഞുകൂടേണ്ടവരല്ല. നമുക്ക് ഒരു വലിയ പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്, ഭാവി ദർശനമുണ്ട്. അത് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയെക്കുറിച്ച് അവബോധമുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാമത് വാക്യത്തിലൂടെ നല്ല പ്രയോഗമുണ്ട്. എല്ലാവരും അത് പഠിക്കേണ്ടതാണ്. 10:37 ആ വാക്യം ഇങ്ങനെയാണ്: വരാനുള്ളവൻ വരും, താമസിക്കയില്ല. സ്തോത്രം. അതിനകത്ത് വിശേഷമായൊരു ചിന്ത എന്താണെന്നറിയാമോ? വരാനുള്ളവൻ നമ്മുടെ കർത്താവാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് പോകാനുള്ളവരാണ്. നമ്മളൊക്കെ ഇവിടുന്ന് പോകാനുള്ളവരാണ്. എന്നും ഇവിടെ ഇങ്ങനെ നിൽക്കുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. നമ്മളൊക്കെ ഇവിടുന്ന് പോകണം. അത് ഓരോരോ സമയങ്ങൾ ഓരോരുത്തർക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മളിവിടെ പോകണം. പക്ഷേ പോയതുപോലെ വരാൻ ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവ് വരുന്നത് നമ്മളെ കണ്ടിട്ട് ഹായ് പറഞ്ഞു പോകാനല്ല, കുറച്ച് ദിവസം നമ്മുടെ കൂടെ തങ്ങാനല്ല. ഗൾഫിൽ നിന്ന് ഭർത്താവ് അവധിക്ക് വരുന്ന പോലെ, ഭാര്യ അവധിക്ക് വരുന്ന പോലെ, കുഞ്ഞുങ്ങൾ വന്നിട്ട് 2 മാസം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പോലെ കർത്താവ് വന്നിട്ട് നമ്മുടെ കൂടെ കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോകാനല്ല. കർത്താവ് ഇനി വരുന്നത് നമ്മളെ കൊണ്ടുപോകാനാണ്. ആ പ്രത്യാശ എത്ര പേർക്കുണ്ട്? അങ്ങനെ വരുന്ന കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ പ്രാപ്തരാകണം, യോഗ്യതയുള്ളവരാകണം. ആ യോഗ്യതയെക്കുറിച്ചാണ് നമ്മൾ ഈ രാത്രിയിൽ ആഴത്തിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമാണോ? കർത്താവിൻ്റെ മുൻപിൽ നിൽപ്പാൻ എന്തൊക്കെ പ്രാപ്തിയാണ് നമുക്ക് വേണ്ടത്? ആ ചിന്തയിലേക്ക് വരുന്നതിന് മുൻപ് 36-ാമത് വാക്യത്തിലെ 2 ആശയങ്ങൾ നിങ്ങളുടെ മുൻപാകെ വിഷയാടിസ്ഥാനത്തിൽ നൽകിത്തരാനാണ് ആഗ്രഹിക്കുക. എന്തെങ്കിലും കേട്ട് പോകാനല്ല, ആ കേട്ടത് അതിൻ്റെ ക്രമമനുസരിച്ച് ആഴത്തിൽ ചിന്തിക്കണം. വാക്കുകൾ കൊണ്ട്, വാചകങ്ങൾ കൊണ്ട് കൃത്രിമമായൊരു ഉണർവിൻ്റെ തരംഗം ഞാൻ ഉണ്ടാക്കുന്നില്ല. ദൈവവചനത്തിൻ്റെ ആധികാരികമായ മൂല്യങ്ങൾ ബൗദ്ധികം, സൈദ്ധാന്തികം, അപ്പോൾ തന്നെ ആധ്യാത്മികമായി നിങ്ങളുടെ ഉൾത്തടത്തിൽ ആഴ്ത്തി പതിപ്പിക്കപ്പെടാനിടയാകണം. പ്രശ്ന സങ്കീർണമായിരിക്കുന്ന ലോകത്തിൽ പ്രശ്ന സമ്മർദ്ദങ്ങൾ, അതിൻ്റെ സമരമുഖങ്ങൾ നമ്മളെ വല്ലാതെ അലട്ടുമ്പോൾ പതറാതെ, ഇടറാതെ, തകരാതെ, താഴാതെ, കുഴയാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണം. അതിന് നാം അറിയേണ്ട ചില ആത്മവിചാരങ്ങളെയാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുക. ശ്രദ്ധിച്ചോണം, 2 കാര്യങ്ങളാണ് നാം പഠിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തേത് നമ്മുടെ കർത്താവിൻ്റെ പ്രാപ്തി എന്താണെന്നുള്ളതാണ്. നമ്മയൊക്കെ ചേർത്ത് കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവിൻ്റെ യോഗ്യത എന്താണ്? പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ കർത്താവിൻ്റെ യോഗ്യത എന്താണ് എന്ന് പഠിക്കണം. 2, ആ കർത്താവിൻ്റെ മുൻപാകെ നിൽപ്പാൻ നമുക്ക് വേണ്ടതായ യോഗ്യതകൾ എന്തൊക്കെയാണ്? ഈ 2 കാര്യങ്ങൾ പഠിക്കുമ്പോഴേക്കും ഏതാണ്ട് എനിക്ക് അനുവദിച്ച സമയം അതിൻ്റേതായ പൂർണ്ണതയിലെത്തും. നമുക്ക് പ്രാർത്ഥനയോടും സന്തോഷത്തോടും മടങ്ങാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. പ്രിയ സാബുപാസെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി യോഗങ്ങൾ അങ്ങുമിങ്ങുമായിട്ട് നടത്തുന്നതിൽ ഉത്സാഹവും ഉന്മേഷവും ദൈവം അതിന് വിശേഷമായിരിക്കുന്ന കാഴ്ചപ്പാടും കൊടുത്തിട്ടുള്ള കർത്തൃദാസന. അദ്ദേഹം റീമ ഗാസ്പൽ ചേർച്ച് നടത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഒത്തിരി യോഗങ്ങൾ അങ്ങുമിങ്ങുമൊക്കെ നടത്താറുണ്ട്. ഒരു മാസത്തിൽ തന്നെ പല യോഗങ്ങൾ പലയിടങ്ങളിൽ നടത്താറുണ്ട്. ആ നിലയിൽ ദൈവം ഉപയോഗിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ്റെ യോഗ നടപടികളുടെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് യേശുവിനെ ദേശമറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളെല്ലാം കൂടി കുറേ നേരം പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയിട്ട് പോകാൻ വേണ്ടിയല്ല. അതിന് നമുക്ക് നല്ല ആലയങ്ങളുണ്ട്, അതിനകത്ത് കൊള്ളാവുന്ന സൗണ്ട് സിസ്റ്റമൊക്കെ മതി. പക്ഷേ ഇത് ദേശം വ്യാപകമായി ശബ്ദ സംവിധാനം ക്രമീകരിച്ചുകൊണ്ട് ചെലവ് ചെയ്ത് ഈ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് യേശുവിനെ ദേശം അറിയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗങ്ങളുടെ സമാപന രാത്രിയിൽ ക്രിസ്തുവെന്ന് പറയുന്ന ഔന്നത്യത്തെ, ക്രിസ്തുവെന്ന് പറയുന്ന ഉത്തുംഗ പ്രതാപത്തെക്കുറിച്ച് നാം പ്രാരംഭത്തിൽ ചിന്തിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ യോഗ്യതകൾ എന്താണ്? അത് പഠിച്ചു കഴിയുമ്പോൾ അത്രയും യോഗ്യതകളുള്ള യേശുവിൻ്റെ മുൻപാകെ നിൽക്കാൻ നമ്മുടെ യോഗ്യതകൾ എന്തായിരിക്കണം? ഇത് 2ഉം കൂടെ സമഞ്ജസമായി സമ്മേളിപ്പിക്കപ്പെടുമ്പോഴാണ് സുവിശേഷ സന്ദേശം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുക. അപ്പോൾ തന്നെ കഴിഞ്ഞ 3 രാത്രികളിൽ കേട്ട സന്ദേശങ്ങളൊന്നും മറന്നു പോകരുത്. അതൊക്കെ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ കൂടുതൽ കരുത്തിലേക്ക് നമ്മെ നയിപ്പാൻ, നമ്മുടെ പ്രതിയോഗിയായ പിശാച് നമ്മെ തളർത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ
ആ പോരുകളെ അതിജീവിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതിന് ആ സന്ദേശങ്ങളെല്ലാം ഉപകരിക്കും. അത് മറന്നു പോകാനിടയാകരുത്. ഓക്കെ, നമുക്ക് പഠിച്ചു തുടങ്ങാം. മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ നാം പ്രാപ്തരാകണം. അതിന് മനുഷ്യപുത്രൻ്റെ യോഗ്യത എന്താണെന്ന് നമ്മൾ അറിയണം. ആ മനുഷ്യപുത്രൻ എന്ന പ്രയോഗം പഠനാർഹമാണ്, മറന്നു പോകരുത്. സുവിശേഷ ഗ്രന്ഥങ്ങൾ നമുക്ക് 4 എണ്ണമാണ്. ആദ്യം മുഖവരയിൽ ഒരു അല്പസമയം അറിവിൻ്റെ ചില ആലോചനകളെ പറയുകയാണ്. അത് മറന്നു പോകാതെ സൂക്ഷിച്ചു കൊള്ളണം. സുവിശേഷ ഗ്രന്ഥങ്ങൾ 4 എണ്ണമാണ്. 4 സുവിശേഷങ്ങളുണ്ടെന്ന് സാധാരണ പറയാറുണ്ട്. അത് അബദ്ധമാണ്, അങ്ങനെ പറയരുത്. ചിലർ അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ പറയാറുണ്ട് 4 സുവിശേഷങ്ങൾ. അതേതാ 4 സുവിശേഷം? മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം, ലൂക്കോസിൻ്റെ, അങ്ങനെ 4 എണ്ണം. അപ്പോൾ ഈ പറഞ്ഞ 4 എണ്ണത്തിനിടയിലും യേശുവിൻ്റെ സുവിശേഷം ഇല്ല. മനസ്സിലായില്ലേ? അപ്പം മത്തായിക്ക് സുവിശേഷമുണ്ട്, മർക്കോസിനുണ്ട്, ലൂക്കോസിനുണ്ട്, യോഹന്നാനുണ്ട്. യേശുവിന് മാത്രം എന്തോ ഇല്ല, സുവിശേഷം ഇല്ല എന്നൊരു സ്ഥിതി വരും. അതുകൊണ്ട് സുവിശേഷം ഒന്നേ ഉള്ളൂ, അത് യേശുവിൻ്റെ സുവിശേഷമാണ്. ആ സുവിശേഷത്തെ അധികരിച്ചുകൊണ്ട് എഴുതപ്പെട്ട സുവിശേഷ ഗ്രന്ഥങ്ങളാണ് 4 എണ്ണമുള്ളത്. അതുകൊണ്ട് 4 സുവിശേഷങ്ങളല്ല, പകരം 4 സുവിശേഷ ഗ്രന്ഥങ്ങളാണ് എന്നറിയണം. സുവിശേഷം ഒന്നേ ഉള്ളൂ. അത് ഇന്നലെ നിങ്ങൾ കേട്ട് നസ്രത്തുകാരനായിരിക്കുന്ന യേശുവിൻ്റെ ജന്മനിയോഗം, മരണനിയോഗം അടക്കമുള്ള ഉദാത്തവും ഉന്നതവും ഉത്കൃഷ്ടവും ഉത്തമവുമായ ജീവിതത്തിൻ്റെ ആ അനുഗ്രഹീതമായ വിവരണങ്ങളെല്ലാം കൂടെ അടക്കം ചെയ്യപ്പെട്ട് മഹത്തായ സന്ദേശം, ലോകം കേട്ടിട്ടുള്ള, കണ്ടിട്ടുള്ള, അറിഞ്ഞിട്ടുള്ള, പഠിച്ചിട്ടുള്ള സകല സിദ്ധാന്തങ്ങളിൽ നിന്നും, സകല ഇസങ്ങളിൽ നിന്നും, സകല വേദപ്രമാണങ്ങളിൽ നിന്നും, സകല ദാർശനിക പ്രബോധനങ്ങളിൽ നിന്നും ഉന്നതമായി ഉജ്ജ്വലമായി നിലകൊള്ളുന്ന ഒരേ ഒരു ചരിത്രം, അതാണ് യേശുവിൻ്റെ സുവിശേഷം. ഹല്ലേലൂയ! വായിക്കുന്നവന് പാപബോധം, അറിയുന്നവന് അനുഗ്രഹീതമായ ആത്മീയ അനുഭവങ്ങൾ ലഭ്യമാകാൻ കഴിയത്തക്ക നിലയിൽ ഏറ്റവും സവിശേഷമായ ഒന്നാണ് യേശുവിൻ്റെ സുവിശേഷം. ഇത് കേൾക്കണം. യൂത്ത്സൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാം, യോഗ സംഘാടകരൊക്കെ അറിയാൻ വേണ്ടി പറയാം. ആത്മീയ ശുശ്രൂഷയുടെ സന്ദേശങ്ങളുടെ പ്രഖ്യാപനം സുവിശേഷാസ്പദം ആക്കി ഞങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് കേൾക്കുന്ന ജനത്തിന് കൺവിക്ഷൻ ഉണ്ടാകണം. ആ പദം മറന്നു പോകരുത്. പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ കൺവിക്ഷൻ എന്ന് പറഞ്ഞാൽ അവബോധമുണ്ടാകണം. ഞാൻ ആരാണ് എന്ന അവബോധം. ഓക്കെ, ഞാൻ ആരെ ആശ്രയിക്കണം, ദൈവമാരാണെന്ന അവബോധമാണ് പ്രഥമമായി വേണ്ടത്. ഒത്തിരി ദൈവങ്ങളുടെ ഇടയിൽ ഏകസത്യ ദൈവമാരാണ്. എൻ്റെ ആത്മാവിന് പ്രതിശാന്തി വരുത്താൻ കഴിയുന്ന, എൻ്റെ മരണ അനന്തരമായ അനുഭവത്തിൽ എന്നെ വിടുവിക്കാൻ കഴിയുന്ന ദൈവമാരാണ്. എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തരുവാൻ കഴിയുന്ന ദൈവമാരാണ്. അപ്പം ദൈവാവബോധം, അതാണ് കൺവിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? ഞാൻ ആരാണ് എന്ന കൺവിക്ഷൻ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള അവബോധം, ഇതിനാണ് അവബോധം എന്ന് പറയുക. അത് യോഗത്തിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശ്യമാണ്. കൺവിക്ഷൻ ഉണ്ടായ വ്യക്തിക്ക് കൺഫഷൻ ഉണ്ടാകണം. കൺവിക്ഷൻ അവബോധമാണെങ്കിൽ കൺഫഷൻ എന്ന് പറയുന്നത് ആത്മതപനമാണ്, ഏറ്റുപറച്ചിലാണ്. യോഗം നിമിത്തം ഏറ്റുപറച്ചിലുണ്ടാകണം. പ്രസംഗം കേട്ട് അതിനകത്ത് ചിരിക്കാനുണ്ടായിരുന്നു, കരയാനുണ്ടായിരുന്നു, ഇതൊക്കെ കണ്ടും കേട്ടും ചിരിച്ചും എഴുന്നേറ്റ് പോയാൽ പോരാ. ദൈവവചനത്തിലൂടെ നമുക്ക് ആത്മതപനമുണ്ടായിട്ട് നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവരാകണം. അപ്പോൾ ഏറ്റുപറച്ചിലാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് എന്താണെന്നറിയാമോ? കൺവേർഷൻ ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ യോഗം നിമിത്തമായിട്ട് വ്യക്തികൾക്ക് പരിവർത്തനം സംഭവിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്തമായ വൈകൃതങ്ങൾ, വൈകല്യങ്ങൾ, വികല്പങ്ങളെല്ലാം മാറി ക്രിസ്തു കേന്ദ്രീകൃത ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അതാണ് കൺവേർഷൻ എന്ന് പറയും. മദ്യത്തോട് വിട പറഞ്ഞ്, മയക്കുമരുന്നിനോട്, ലഹരി പദാർത്ഥത്തോട്, നിയമവിരുദ്ധ ലൈംഗികതയോട്, അവിശ്വസ്തതയുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളോട് ഒക്കെ വിട പറഞ്ഞ് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിത തലത്തിലേക്ക് നമ്മൾ വരുന്നതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് കൺവിക്ഷൻ, അത് അവബോധമാണ്. 2 കൺഫഷൻ, ഏറ്റുപറച്ചിലാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് കൺവേർഷനാണ്, പരിവർത്തനമാണ്. പരിവർത്തനം, പാപത്തിൽ നിന്ന് മാറ്റമുണ്ടായി പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടി ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതുമനുഷ്യനായി മാറുക. കേട്ടില്ലേ അധ്യക്ഷൻ പറഞ്ഞ അനുഗ്രഹീതമായൊരു വാക്യം? ആദമേ നീ എവിടെ എന്നതാണ്. മനുഷ്യ നീ എവിടെ എന്ന ആ ചോദ്യം പ്രസക്തമാണ്. പാപിയല്ലാത്ത
കുറ്റമില്ലാത്ത, വക്രതയില്ലാത്ത, തിന്മയില്ലാത്ത, ഒളിച്ചു പോകേണ്ട ഗതികേടില്ലാതെ പൂർണ്ണതയുള്ളൊരു മനുഷ്യനെ ഞാൻ ഏതനിലാക്കി, അവനെവിടെ എന്നാണ് ദൈവത്തിൻ്റെ ചോദ്യം. ആ ചോദ്യം നമ്മുടെ മനസാക്ഷിയോടുള്ള ചോദ്യമാണ്. നീ എവിടെയാണ്? ഈ ആയുസ് വരെ, ആരോഗ്യം വരെ ഞാൻ നിന്നെ പരിപാലിച്ചില്ലേ? വേണ്ടതൊക്കെ നിനക്ക് നൽകിയില്ലേ? ആയുസ്, ആരോഗ്യം, ആസ്തിക്യം, ആഹാരം, ഇതിനൊന്നും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ലല്ലോ. ശ്വസിക്കുവാൻ ശുദ്ധമായ പ്രാണവായു അടക്കമുള്ളതെല്ലാം ഞാൻ നിനക്ക് നൽകിയിട്ട് ഇപ്പോൾ നീ എന്നിൽ നിന്ന് എവിടെയാണ്? ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാനീ പറഞ്ഞ കൺവിക്ഷൻ, ഞാനീ പറഞ്ഞ കൺഫെഷൻ, അതുപോലെ തന്നെ മൂന്നാമതായി കേട്ട കൺവേർഷൻ. ഇത് മൂന്നും ബോധ്യമായി കഴിഞ്ഞാൽ നാലാമതൊരു കാര്യമുണ്ട്, അതാണ് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ദൈവത്തിനു വേണ്ടി നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കണം. ഇനി ഞാനല്ല, എന്നിൽ കർത്താവത്രേ ജീവിക്കുന്നതെന്ന് അവബോധത്തോടെ വേണം കൺവെൻഷൻ്റെ 4-ാം ദിവസം കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ. എത്ര പേർക്ക് ബോധ്യമായി ഞാൻ പറഞ്ഞ കാര്യം? ഹല്ലേലൂയ. കൺവെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും മഹത്തായ 4 കാര്യങ്ങളെയാണ് ഞാൻ പറഞ്ഞത്. അത് ഈ യോഗങ്ങളിൽ നടപ്പാകാൻ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. വളരെ ഉത്തരവാദിത്വ ബോധമാണ് ഈ കൺവെൻഷൻ ഉണ്ടായത്. മഴ നനച്ചിരിക്കാത്ത നേരത്തുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ബലത്തായിരിക്കുന്ന ഒരു മേൽക്കൂര ഉള്ള അനുഗ്രഹീതമായൊരിടം എല്ലാം ക്രമീകരിച്ചുകൊണ്ട്, ഈ ക്രമീകരണം ഇവിടെ ചെയ്തപ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം യേശു ദേശത്ത് വെളിപ്പെടുക എന്നുള്ളതാണ്. യേശുവിനെ ജനം അറിയുക എന്നുള്ളതാണ്. പാപത്തിന്, മോക്ഷത്തിന്, മുക്തിക്ക്, സായുജ്യത്തിന്, ശാന്തിക്ക്, സമാധാനത്തിന്, വിടുതലിന് നസ്രേത്തുകാരനെ കൊണ്ടല്ലാതെ വേറെ ആരെക്കൊണ്ട് പരിഹാരമില്ല. നമ്മുടെ നമുക്കെല്ലാം ആശങ്കകൾ, കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. 100 അഭിപ്രായങ്ങളും 100 ഗ്രൂപ്പുകളുമൊക്കെ ആയിക്കൊണ്ട് ഒരു കാര്യം ജനക്ഷേമപരമായി ഏകീകൃതമായി ചെയ്യാൻ നമുക്ക് കഴിയുന്നതേയില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷേ സകലർക്കും വേണ്ടതെല്ലാം ഒരേപോലെ നന്നായി ചെയ്തു തരാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ. പാപത്തിൻ്റെ പരിഹാരത്തിന് വഴി തേടുവാൻ ഇവിടെ പലരും പല വഴികളാണ് ഉദ്ദേശിക്കുക. പലരും പല ഇടങ്ങളിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. ഒരാൾ പറയുന്നു കുന്ന് കയറ്, മലയിറങ്ങ്, പുഴ താണ്ടണം, കടൽ നീന്തണം, ദേഹം മുറിച്ചിട്ട് രക്തമർപ്പണം ചെയ്യണം, നരബലിയും മൃഗബലിയും യഥാർത്ഥമായി ഇതൊക്കെ ചെയ്തെങ്കിലേ പാപപരിഹാരമുണ്ടാകുകയുള്ളൂ. പദയാത്രകൾ, തീർത്ഥയാത്രകൾ, യാഗയോഗ കർമ്മകാണ്ഡങ്ങൾ, അങ്ങനെ അനവധി കാര്യങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാതെ വിശ്വാസമൊന്നുകൊണ്ട് മാത്രം മനുഷ്യന് മോക്ഷം നൽകാൻ കഴിയുന്ന ഒരേ ഒരുവൻ, ആ കർത്താവിനെയാണ് മനുഷ്യപുത്രൻ എന്ന് ലൂക്കോസ് അവതരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നാം തിരിച്ചറിയണം, മത്തായി സുവിശേഷ ഗ്രന്ഥത്തിൽ യേശുവിൻ്റെ രാജ്യത്വമാണ് പ്രകടമാകുന്നത്. യേശുവിൻ്റെ രാജ്യത്വം വേദപുസ്തകത്തെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി അറിവിൻ്റെ ചില കാര്യങ്ങൾ പ്രാരംഭത്തിലൊന്ന് പറയട്ടെ. മഴ ഒന്ന് ശമിക്കും വരെ നമുക്ക് ആ മുഖവരിയുടെ ചിന്തകളൊന്ന് പഠിക്കാം. ശ്രദ്ധിച്ചേ, മത്തായി സുവിശേഷ ഗ്രന്ഥത്തിനകത്ത് ആ മൊത്തത്തിലായിട്ട് നാം അവലോകനം ചെയ്താൽ യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ മഹനീയതയാണ്. മർക്കോസിൻ്റെ സുവിശേഷ ഗ്രന്ഥത്തിലേക്ക് വന്നാൽ കാണാൻ കഴിയുന്നത് യേശുവിൻ്റെ ദാസ്യത്വത്തിൻ്റെ സവിശേഷതയാണ്. വിനീത വിധേയനായ യേശു തൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ആ മഹത്തായ സമർപ്പണമാണ്. കുതറി മാറാതെ, ഏതെങ്കിലും ധാർഷ്ട്യമോ ധിക്കാരമോ താൻപോരിമയോ അഹന്തയോ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യണം, വാട്ട് ഷൽ ഐ ഡു എന്ന് ചോദിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ക്രിസ്തുവിൻ്റെ ആ അനുഗ്രഹീതമായ ദാസ്യത്വമാണ് മർക്കോസ് അവതരിപ്പിക്കുന്നത്. ലൂക്കോസ് ആകട്ടെ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ മഹത്വമാണ്. ഈ പാർത്തലത്തിൽ 33 വർഷം ജീവിച്ചിട്ട് കുറ്റമില്ലാതെ, തെറ്റില്ലാതെ, വക്രതയില്ലാതെ, വളവില്ലാതെ, പൊളവില്ലാതെ, ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും വാക്കിൽ പിഴവ് വരാതെ, ജീവിതത്തിൻ്റെ ആദർശങ്ങളിൽ എങ്ങും പിഴച്ചു പോകാതെ, ധാർമ്മികത, സാൻമാർഗികത, ആത്മീയത, മൂല്യങ്ങൾ, സ്നേഹജന്യമായിരിക്കുന്ന സമസ്ത സദ്ഗുണങ്ങളും കാർത്തുനക്കിക്കൊണ്ട് കർത്താവ് കാട്ടിത്തന്നൊരു ജീവിത മാതൃകയുണ്ട്. പാപം മലവെള്ളപ്പാച്ചിലു പോലെ കുത്തി ഒഴുകിയിരുന്നൊരു കാലഘട്ടത്തിൽ യേശു ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചത്. പക്ഷേ 33 വർഷം ജീവിച്ച യേശുവിനെ ഏറ്റവും ഒടുവിൽ വിസ്താര മണ്ഡപങ്ങളിൽ കയറ്റി നിർത്തി വിസ്തരിക്കുമ്പോൾ അതിൻ്റെ നിയമത്തിൻ്റെ അവസാന വാക്കായ പീലാത്തോസ് പറയുന്നത്, ഞാനിവനൊരു കുറ്റവും കാണുന്നില്ല. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. അത്രയ്ക്ക് മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയുള്ളൊരു യേശുവിനെയാണ് ലൂക്കോസ് തൻ്റെ ഗ്രന്ഥത്തിൽ നന്നായി അവതരിപ്പിക്കുന്നത്. യോഹന്നാനാകട്ടെ
യേശുവിൻ്റെ ദൈവത്വമാണ് അവതരിപ്പിക്കുക. യേശു കേവലം മനുഷ്യൻ മാത്രമല്ല, സത്യദൈവമാ, മഹാദൈവമാ, നിത്യദൈവമാണ്, രക്ഷാനായകനായ ദൈവമാ, ഭോഷ്കില്ലാത്ത ദൈവമാണ്, രക്ഷിതാവായ ദൈവമാണ്, സർവശക്തനായ ദൈവമാ, സർവജ്ഞാനിയായ ദൈവമാ, സർവാധികാരിയായ ദൈവമാണ്, സ്വയസ്ഥിതനായ ദൈവമാണ്, മഹോന്നതനായ ദൈവം, മഹത്വ സിംഹാസനസ്ഥനായ ദൈവം. ഇതെല്ലാം യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയുന്ന ദൈവത്വ വിചാരങ്ങളാണ്. അപ്പൊ യോഹന്നാന്റെ പുസ്തകത്തിൽ യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ പ്രൗഢഗംഭീരമായ പ്രോജ്വലമായ അവതരണ ഭംഗി നമുക്ക് കാണാൻ കഴിയും. 4 ഗ്രന്ഥങ്ങളും എല്ലാവരും നന്നായി പഠിക്കും. വായിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവയെ അപഗ്രഥിച്ച് പഠിക്കണം. പദാനുപദമായ ആശയങ്ങൾ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ നമുക്ക് യേശു ആരാണ് എന്ന് ബോധ്യമാകും. യേശു ആരാണെന്നുള്ള വ്യക്തതയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. ഹല്ലേലൂയ. യേശുവിൻ്റെ പിന്നാലെ കൂടുന്നവരാരും ഊഹാഭോഗങ്ങളുടെ പുറകെ പോകരുത്. യേശുവെന്ന യാഥാർത്ഥ്യത്തിൻ്റെ പിന്നാലെ നിൽക്കാൻ കഴിയണം. അതുകൊണ്ട് യേശുവിൻ്റെ മനുഷ്യത്വം അതിഗംഭീരമായ ഒരാശയമാണ്. അതുകൊണ്ട് ആ മനുഷ്യനായ ക്രിസ്തുവിന് ഹല്ലേലൂയ എന്താണ് പവിത്രത, എന്താണ് പരിപാവനത, എന്താണ് സവിശേഷത എന്നാണ് നമ്മൾ സന്ദേശത്തിൻ്റെ ആദിപാദം ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വചനം പഠിക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളായ മനോഭാവമുള്ളവർക്ക് വേണ്ടി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. മുഖവരിയുടെ ഭാഗത്ത് മുഖവര ഞാൻ ഇത്രയും ദീർഘമാക്കിയത് മഴത്തുള്ളിക്കിലുക്ക് ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രസംഗത്തിലേക്ക് പ്രവേശിക്കുമ്പം ശാന്തമായൊരു അന്തരീക്ഷം ഉണ്ടാകണമല്ലോ, അതിനു വേണ്ടിയാണ് മുഖവരെ ഞാൻ പ്രസ്താവിച്ചത്. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. മത്തായി എഴുതിയ ഗ്രന്ഥം, മർക്കോസ് എഴുതിയ ഗ്രന്ഥം, ലൂക്കോസ് എഴുതിയ ഗ്രന്ഥം, പൗലോസ് എഴുതിയ 14 ഗ്രന്ഥങ്ങൾ അഥവാ ലേഖനങ്ങൾ, പത്രോസ് എഴുതിയ 2 യൂദയും യാക്കോബും എഴുതിയ ഓരോരോ ലേഖനം, ഇതെല്ലാം യോഹന്നാൻ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ്റെ 5 ഗ്രന്ഥങ്ങളുണ്ട്. യോഹന്നാൻ്റെ പഞ്ചഗ്രന്ഥങ്ങൾ, പുതിയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങൾ യോഹാന്യ കൃതികളാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷ ഗ്രന്ഥം, യോഹന്നാൻ എഴുതിയ 3 ലേഖനങ്ങൾ, യോഹന്നാൻ എഴുതിയ ഏക പ്രവചന ഗ്രന്ഥമായി വെളിപ്പാട് പുസ്തകം. അപ്പോൾ എത്ര എണ്ണമായി? 5 എണ്ണമായി. ഈ 5 പുസ്തകങ്ങളും മത്തായിയോ മർക്കോസോ ലൂക്കോസോ പൗലോസോ പത്രോസോ യൂദായോ യാക്കോബോ കണ്ടിട്ടില്ല. അവരെഴുതിയ അത്രയും പുസ്തകങ്ങൾ യോഹന്നാൻ കണ്ടിട്ടുണ്ട്, യോഹന്നാൻ വായിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ കയ്യിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രതികളുണ്ടായിരിക്കും, എല്ലാറ്റിൻ്റെയും. നന്നായിട്ട് അദ്ദേഹം വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ എഴുതിയ ഈ 5 പുസ്തകങ്ങൾ ഇവരാരും കണ്ടിട്ടില്ല. അതിനാ കാണാഞ്ഞ്? യോഹന്നാൻ ഈ പുസ്തകങ്ങളുമായിട്ട് രംഗത്ത് വരുന്നതിന് മുൻപേ AD 70-75 ആയപ്പോഴത്തേക്ക് ഇവരെല്ലാവരും ഇമ്പങ്ങളുടെ തീരമണഞ്ഞു. പൗലോസ് രക്തസാക്ഷിയായി, പത്രോസ്, മറ്റുള്ളവരെല്ലാവരും, സുവിശേഷ വിരോധികളാൽ ആക്രമിക്കപ്പെട്ടവരെല്ലാവരും വഴിയോരങ്ങളിലും അല്ലാതെ ജനത്തിനു മുൻപിലും കിരാതമൃഗങ്ങൾക്കുമൊക്കെ ഇട്ടുകൊടുത്ത് അവരെല്ലാവരും ഇമ്പങ്ങളുടെ തീരമണഞ്ഞു, പ്രത്യാശ തീരമണഞ്ഞു. അവരെല്ലാവരും പോയി കഴിഞ്ഞ് AD 90-നും 100-നും ഇടയിലാണ്. അതിനെ യഥാർത്ഥമായി പറഞ്ഞാൽ 93-നും 95-നും ഇടയിൽ ആണ് യോഹാന്യകൃതികൾ 5 രംഗത്ത് വരുന്നത്. അപ്പോൾ പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ, മത്തായിയുടെ ഗ്രന്ഥം, മർക്കോസിൻ്റെ, ലൂക്കോസിൻ്റെ എല്ലാം യോഹന്നാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ യോഹന്നാൻ്റെ ഒറ്റ പുസ്തകം നമ്മൾ ഈ കണ്ട് വായിച്ചിട്ടുള്ളതുപോലെ ഇവരാരും എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവരെല്ലാവരും അതിനു മുൻപേ യാത്രയായി. സ്തോത്രം. അതിന് ഒരു കാരണം കൂടെയുണ്ട്. മത്തായി യേശുവിൻ്റെ രാജ്യത്വം പറയുമ്പോൾ മർക്കോസ് യേശുവിൻ്റെ ദാസ്യത്വം പറയുന്നു, ലൂക്കോസ് യേശുവിൻ്റെ മനുഷ്യത്വം പറയുന്നു. ഇവർ 3 പേരും പറയാത്ത വിശാലമായൊരു കാര്യത്തിന് കൂടുതൽ ആലോചന പറയുകയാണ് യോഹന്നാൻ. അത് യേശുവിൻ്റെ ദൈവത്വമാണ്. സ്തോത്രം. ആ ദൈവത്വത്തെ പ്രകീർത്തിക്കുന്ന ഗ്രന്ഥം ഇവരെല്ലാവരും പോയ ശേഷമാണ് യോഹന്നാൻ രംഗത്ത് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇതൊരു കോൺട്രഡിക്ഷൻ പോലെ ആകുമായിരുന്നു. ഈ ഗ്രന്ഥകർത്താക്കൾക്ക് തമ്മിലൊരു മത്സരം ഉണ്ടെന്ന് അനുവാചകർക്ക് തോന്നുമായിരുന്നു. അത് വരാതിരിക്കേണ്ടതിന് ഏറ്റവും ഉജ്ജ്വലമായ കൃതിയായി യോഹന്നാൻ്റെ കൃതികൾ രംഗത്ത് വരുന്നതിനെ നാം തിരിച്ചറിയണം. ഇത്രയും കാര്യങ്ങൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച്, മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി ഇവിടെ ജനിച്ച ഒരു മനുഷ്യനെ ദൈവമാക്കിയതല്ല. യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ മാന്യമായി ജീവിച്ച ഒരു മനുഷ്യനെ ദൈവമാക്കിയതല്ല. നാട്ടുകാർ മുഴുവനും അറിയണം ആ വസ്തുത. ദൈവം സാക്ഷാൽ മനുഷ്യനായി അവതരിച്ചതാണ്. അതിൻ്റെ വാക്യങ്ങൾ അറിയണം. 1 തിമോഥെയോസ് 3:16, യോഹന്നാൻ 3:16, ഗലാത്യർ 3:16, ഉൽപ്പത്തി 22:16. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അറിയുന്നു?
അതുകൊണ്ട് ഓരോന്നൊന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങാം. ഉൽപ്പത്തി 22:16. ഉൽപ്പത്തി 22:16. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് ഞാൻ നിന്നെ എന്തോ ചെയ്യും? ഐശ്വര്യമായി അനുഗ്രഹിക്കും. ആ വാക്യം മറന്നു പോകരുത്, ദൈവമക്കളാരും മറന്നു പോകരുത്. ഗംഭീരമായൊരു വാക്യമാണ്. വീണ്ടെടുപ്പിന് നമുക്ക് കർത്താവിനെ കിട്ടിയത്, ക്രിസ്തുവിനെ മനുഷ്യനായിട്ട് ഇവിടെ കിട്ടിയതിൻ്റെ പിന്നിലൊരു മഹത്തായ ചരിത്രം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായി കൊണ്ട് ഞാൻ നിന്നെ എന്തോ ചെയ്യുന്ന ഐശ്വര്യമായി അനുഗ്രഹിക്കാമെന്നല്ല, പിന്നെ ഐശ്വര്യമായി. അതാണ് 22:16 വാക്യം. ആ ഐശ്വര്യമായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ദാൻ മുതൽ ബേർശേബ വരെയുള്ള, മഹാസമുദ്രം മുതൽ മഹാമരുഭൂമി വരെയുള്ള ഭൂമിയെല്ലാം കൂടെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരാം. അത് ഐശ്വര്യമായ അനുഗ്രഹമല്ല, അത് അനുഗ്രഹമാണ്. നിനക്കൊരു മകനെ ഞാൻ തരും. നിന്റെ ഭാര്യ വന്ധ്യയാണ്, അവളുടെ ഗർഭപാത്രം നിർജീവമായി, നിനക്ക് പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടു, അതൊക്കെ നീ മറന്നേരെ, ഞാൻ നിനക്കൊരു മകനെ തരും. അത് അനുഗ്രഹമാണ്. പക്ഷേ ഐശ്വര്യമായ അനുഗ്രഹം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? അബ്രഹാമിലൂടെ മാനവജാതിയുടെ പാപപരിഹാരത്തിന് ദൈവം തൻ്റെ പുത്രനെ ദാനമായി നൽകിയതാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഉൽപ്പത്തി 22:16 ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കുമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കാൻ യോഹന്നാൻ 3:16 വരണം. അത് 3:16 ഓർത്തോണം. 22:16 അർത്ഥം അറിയാൻ യോഹന്നാൻ 3:16 വരണം. ഈ രണ്ട് വാക്യങ്ങളോട് സമഞ്ജസമായി സമ്മേളിപ്പിക്കണം. ആ സമ്മേളനം ഇങ്ങനെയാണ്. 3:16 അറിയാമല്ലോ, കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിക്കുക. യോഹന്നാൻ 3:16 എന്തോ മോനെ? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം. ഓക്കെ, ഞാനതിനെ 22:16 സമ്മേളിപ്പിക്കാം, ശ്രദ്ധിച്ചോണം. നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്ക. അവിടുത്തെ ആ പദം ശ്രദ്ധിക്കണം, ഏകജാതൻ ഉണ്ടോ? നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ എൻ്റെ ഏകജാതനായ മകനെ നിങ്ങൾക്ക് വേണ്ടി തരുന്നു. എത്ര പേർക്ക് മനസ്സിലായി? ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് എൻ്റെ ഏകജാതനായ മകനെ ഞാൻ നിനക്ക് തരുന്നു. കാരണം നീ നിന്റെ ഏകജാതനെ എനിക്ക് തരാൻ മടിച്ചില്ല. സാധാരണ ഒരു മനുഷ്യൻ തൻ്റെ ഏകജാതനായ മകനെ ദൈവത്തിന് യാഗമാക്കാൻ മടിക്കാഞ്ഞതുകൊണ്ട് ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി തരികയായിരുന്നു. അതാണ് 22:16 യോഹന്നാൻ 3:16 തമ്മിലുള്ള ബന്ധം. ഓക്കെ, ഇനിയും 1 തിമോത്തിയോസ് 3:16 നോക്കിക്കേ. 1 തിമോത്തിയോസ് 3:16 അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. മലയാള ബൈബിളിൽ അങ്ങനെയാണ്. അവൻ. ആരെയാണ് ഈ അവനെന്ന് വിളിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? ആരെയാണ് വിളിച്ചിരിക്കുന്നത്? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥ ഭാഷ നോക്കണം. ഇംഗ്ലീഷ് ബൈബിളിൽ ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പോൾ യേശു മനുഷ്യനാണെന്ന് പറയുമ്പോൾ എവിടെ നിന്നുള്ള വെളിപ്പാടത്? ദൈവമാണ്. ദൈവത്തെ കയറിയ മലയാളി അവനെന്ന് ഇവനെന്നൊക്കെ പറയുന്നു. നമ്മളെ ആരും തിരുത്തുന്നേ ഇല്ല. പ്രാർത്ഥിച്ചു തുടങ്ങിയ കാലം മുതലേ നമ്മൾ നിൻ്റെ കൃപയ്ക്കായി നിൻ്റെ ദാസനെ നീ തന്നെ കൈകളിൽ ഉപയോഗിക്കണേ എന്നൊക്കെ പറഞ്ഞ് 5 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന ഒരാൾ 10 പ്രാവശ്യമെങ്കിലും ദൈവത്തെ നീ എന്നും നിൻ്റെ എന്നൊക്കെ വിളിക്കാറുണ്ട്, അല്ലേ? അതൊരു ഭയങ്കര സംഭവമാണ്. അത് തിരുത്തപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മളെ ആരും തിരുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവത്തെ നീ എന്നും നിൻ്റെ എന്നും അവൻ്റെ വിളിയുടെ ആശ. ആരുടെ വിളിയാണ് അത് ഉദ്ദേശിക്കുന്നത്? പിതാവാം ദൈവത്തിൻ്റെ. അവനിൽ വസിക്കേണ്ടതിന്. അവനാരാ? യേശുവ. അവൻ്റെ ശക്തിയുടെ വല്ലഭത്വം. ആ ശക്തി ആരുടെയാ? പരിശുദ്ധാത്മാ. അപ്പോൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മലയാളി എന്തോ വിളിക്കാറുണ്ട്? അവനെന്നും ഇവനെന്നും ഒക്കെ വിളിക്കാറുണ്ട്. നമ്മുടെ ജീവനോട് ഇരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ്. ഈ അവനും ഇവനും ഒക്കെ അത്ര വലിയ പ്രശ്നമാണോ എന്നറിയാൻ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പപ്പായോട് ചോദിക്കണം, പപ്പായെ നീ വായിച്ച പത്രം എന്ത് ചെയ്യുന്നു? മമ്മിയെ നീ എൻ്റെ ഫോൺ എടുത്തോട്ട് പോയിരുന്നില്ല, എവിടെ കൊണ്ട് വെച്ചെന്ന് ചോദിക്കണേ മോളെ. അടിയുടെ പെരുന്നാളായിരിക്കും വീട്ടിൽ. കൺവെൻഷൻ കഴിഞ്ഞ് ഇവിടെ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ റോഡിൽ ഇവിടുത്തെ SI നിൽക്കുക, നീ എന്നെ രാത്രി മഴ നനഞ്ഞ് ഇവിടെ നിൽക്കുന്നത് ചോദിക്കാവോ? ചോദിക്കത്തില്ല. അപ്പം നീയും നിൻ്റെയൊക്കെ എവിടെ ഉപയോഗിക്കണമെന്ന് നമുക്ക് നല്ല ബോധമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഈ ബോധമില്ല. പഴയ ഇംഗ്ലീഷ് ബൈബിളിൽ 2-3 പ്രയോഗമുണ്ട്. ദീ, ദായ്, ദൗ. അങ്ങ്, അവിടുന്ന്, അവിടുത്തോട്. അത് പറഞ്ഞ് ശീലിക്കണം. അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ കൃപയ്ക്ക് വേണ്ടി അങ്ങയുടെ ദാസനെ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഉപയോഗിക്കണമേ. നീയും നിൻ്റെ എന്നൊക്കെ ഉള്ളിടത്ത് കുഞ്ഞുങ്ങളൊക്കെ എങ്കിലും അത് അങ്ങ്, അവിടുന്ന്, അങ്ങയോട് എന്നൊക്കെ ഉള്ളത് തിരുത്തി വായിക്കാൻ പറ്റണം. അത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നല്ല പ്രയോഗം. പിന്നെന്താണ്? ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അത് 3:16 ഓർത്തിരിക്കണം. അപ്പം ദൈവമായ കർത്താവ് ജഡത്തിൽ
മനുഷ്യനായി വന്നു. സ്തോത്രം. ഗലാത്യർ 3:16 കൂടെ നോക്കണം. അബ്രഹാമിനെ അനുഗ്രഹിച്ച അനുഗ്രഹം നമുക്ക് വരേണ്ടതിന്, ജാതികളായ നമുക്ക് വരേണ്ടതിനെന്ന് പറയുന്നുണ്ട് ഗലാത്യർ 3:16. അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, ഞാൻ നിൻ്റെ സന്തതി അനുഗ്രഹിക്കും. അവിടെ പൗലോസ് കൊടുക്കുന്നൊരു ഭാഷയുണ്ട്, ഗംഭീരമാണ്. പൗലോസിൻ്റെ തിയോളജിയുടെ ദർശനം ഭയങ്കരമാണ്. അവിടെ സന്തതികൾ എന്ന അനേകരെ കുറിച്ചല്ല, ഏകനെ കുറിച്ച് അത്രേ പറയുന്നത്. ആ ഏകൻ ആരാണെന്നാ? ക്രിസ്തു അത്രേ. മനസ്സിലായോ? അപ്പോൾ അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന അബ്രഹാമിലൂടെ നമുക്ക് ആരെ തരേണ്ടതിന് വേണ്ടിയാ? ക്രിസ്തുവിനെ തരേണ്ടതിന് വേണ്ടിയാണ്. അതാണ് സുവിശേഷത്തിൻ്റെ പൊരുൾ. അതുകൊണ്ട് ദൈവമായിരുന്ന സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, സർവാധികാരി, നിത്യൻ, മാറ്റമില്ലാത്തവൻ, അത്യുന്നതൻ, സൽഗുണ സമ്പൂർണൻ, പരമകാരുണികൻ, മഹോന്നതനായ, മഹത്വസിംഹ, സ്വയസ്ഥിതനായ, കണ്ടോ, മരണം തീണ്ടാത്ത, ആദിയില്ലാത്ത, അവസാനമില്ലാത്ത, തുടക്കമില്ലാത്ത, ഒടുക്കമില്ലാത്ത, ജയന്തിയില്ലാത്ത, സമാധിയില്ലാത്ത, മരണമില്ലാത്ത, ജനനമില്ലാത്ത വിധം നിത്യമായി നിലകൊള്ളുന്ന മഹാശക്തി പ്രഭാവം, അതാണ് ക്രിസ്തു. മനുഷ്യൻ്റെ ശില്പചാതുര്യതയിൽ വിരിഞ്ഞു വന്നതല്ല, അവൻ്റെ ആവാഹനത്തിൽ രൂപപ്പെട്ടു വന്നതല്ല, അവൻ്റെ സങ്കല്പത്തിൽ വിരിഞ്ഞു വന്നതല്ല. സാക്ഷാൽ ദൈവമാണ് ക്രിസ്തു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് തനത് യോഗ്യതകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാമുള്ള ക്രിസ്തു നമുക്ക് വേണ്ടി മനുഷ്യനായി വരികയായിരുന്നു. അതോർത്ത് നമ്മൾ കർത്താവിനെ സ്തുതിക്കേണ്ടത്, അതോർത്ത് കർത്താവിനെ സ്തുതിക്കണം. ഹല്ലേലൂയ. ദൈവമാണ് ക്രിസ്തു. അല്ലാതെ നസറേത്തിലെ ഒരു സാധാ മരപ്പണിക്കാരനല്ല, നസറേത്തിലെ ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ദൈവത്വത്തിൻ്റെ പൂർണ്ണതയുള്ള മനുഷ്യത്വത്തിൻ്റെ പ്രഭാവമാണ് ക്രിസ്തു എന്ന വിവരം നാം അറിയണം. ഇനിയും യൂത്ത്സൊക്കെ അറിയാൻ വേണ്ടി ഒരു കാര്യം കൂടെ, അത്രയും വിശാലമായി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. ദൈവം എന്തിനാണ് ജഡത്തിൽ വന്നത്? മക്കളുമാരെല്ലാവരും കേട്ടോണം. നിങ്ങളൊക്കെ ചോദിക്കപ്പെടാം, കോളേജിലോ സ്കൂളിലോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപക്ഷെ ചോദിക്കുക, ദൈവമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ ശരീരത്തിലേക്ക് വന്നത്? മനുഷ്യനായി എന്തിനാ വന്നത്? അടിസ്ഥാനപരമായ വസ്തുതയാണ് ഇത്, പലർക്കും അറിയില്ല. എന്തിനാണ് ദൈവം മനുഷ്യരൂപത്തിൽ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ന്യായമായ ഉത്തരം പറയണം. എബ്രായ ലേഖനം 2:14 വാക്യമാണ് അതിൻ്റെ ന്യായമായ ഉത്തരം. എബ്രായ 2:14. വാക്യങ്ങളെല്ലാം വായിപ്പിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും സമയം ലാഭിക്കാൻ വേണ്ടിയാണ് ഞാൻ വാക്യങ്ങളെ പറഞ്ഞു പോവുക. ശ്രദ്ധിച്ചോണം, വാക്യങ്ങൾ കുറിച്ചോണം. എബ്രായ 2:14 പറയുന്നു, മക്കൾ ആരാ? ജഡരക്തങ്ങളോടുകൂടിയവർ ആകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയവനായി തീർന്നു. അപ്പം എന്തിനാ യേശു ജഡം സ്വീകരിച്ചത്? നമ്മൾ ശരീരത്തിലായതുകൊണ്ട് നമ്മെ പോലെ എന്തോ ആണ് ശരീരം സ്വീകരിച്ചത്. ദൈവം ആത്മാവാണ്, ആത്മാവായ ദൈവത്തിന് ശരീരമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെപ്പോലെ ശരീരം സ്വീകരിച്ച്, അങ്ങനെ ശരീരത്തിൽ അവതരിച്ചത്, ഇൻകാർണേഷൻ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ മക്കൾ ജഡരക്തത്തിലായിരുന്നത് കൊണ്ടാണ്. അടുത്ത ചോദ്യം, എന്തിനായിരുന്നു ജഡം അഥവാ എന്തിനായിരുന്നു ശരീരം? മറ്റൊരു ചോദ്യം, എന്തിനാ ശരീരത്തിൽ രക്തം വേണ്ടിയിരുന്നത്? രണ്ടിനും ഉത്തരം പറയാം. ശരീരം എന്തിനായിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ് 1 പത്രോസ് 2:24 വാക്യം. 1 പത്രോസ് 2:24. അവിടെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ശരീരത്തിൽ ഏൽക്കേണ്ടതിനാണ്. പാപത്തിൻ്റെ ശിക്ഷ. ആത്മാവിനെ തല്ലാൻ പറ്റത്തില്ല, ആത്മാവിൻ്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കാൻ പറ്റത്തില്ല, ആത്മാവിൻ്റെ പുറമടിച്ച് കയറാൻ പറ്റില്ല, ആത്മാവിൻ്റെ മുഖത്ത് മുഷ്ടി ചുരുട്ടി കുത്താൻ പറ്റില്ല, ആത്മാവിൻ്റെ മുഖത്തേക്ക് തുപ്പാൻ പറ്റില്ല. കാരണം ആത്മാവിന് ശരീരമില്ല. പക്ഷേ ഈ പറയപ്പെട്ടതല്ല, കൈകളെയും കാലുകളെയും തുളയ്ക്കണം നമ്മുടെ പാപപരിഹാരത്തിന്. മുന്നറിയപ്പെട്ട, മുന്നെഴുതപ്പെട്ട, മുൻപ്രവചിക്കപ്പെട്ട സകല പ്രവചനങ്ങൾക്കും അനുസൃതമായി യേശു പീഡിപ്പിക്കപ്പെടണം, മർദ്ദിക്കപ്പെടണം, നമ്മുടെ പാപത്തിന് പകരമായി ശിക്ഷിക്കപ്പെടണം. അതിനൊരു ശരീരം അനിവാര്യമായിരുന്നു. അതിനാണ് യേശു ശരീരത്തിൽ വന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അതിൻ്റെ വാക്യം മറക്കരുത്. 1 പത്രോസ് 2:24. അതിൻ്റെ കൂട്ടത്തിൽ മരണശിക്ഷ ഏൽക്കേണ്ടതിന് ശരീരം, അത് 1 പത്രോസ് 3:18. 1 പത്രോസ് 2:24, 1 പത്രോസ് 3:18. ഈ രണ്ട് വാക്യങ്ങൾ യേശുവിന് ശരീരം വേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാനിങ്ങനെ അക്കമിട്ട് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സുഖിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയേണ്ടത്. സ്തോത്രം. അതോ ഗോലിയാത്തിനെ ഇറക്കി വിടണോ? ഈ മഴയും പിടിച്ച ഏലിയാവിനെയും ഗോലിയാത്തിനെയും ദാവീദിനെയൊക്കെ പറഞ്ഞു വിടണോ? വേണ്ടല്ലോ. യേശുവിനെ കുറിച്ച് കേൾക്കുന്ന സന്തോഷമാണോ? ഓക്കെ. അപ്പം യേശുവിന് ശരീരം വേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? 1 പത്രോസ് 2:24, 1 പത്രോസ് 3:18. പാപത്തിൻ്റെ ശിക്ഷ വഹിക്കേണ്ടതിന് ശരീരം വേണമായിരുന്നു.
മരണം വരിച്ചേ പറ്റുള്ളൂ. അതിന് ശരീരം വേണം, ആത്മാവായി നിന്നാൽ പറ്റത്തില്ല. ആത്മാവിന് മരണമില്ലല്ലോ, ശരീരത്തിനെ മരണമുള്ളൂ. അതുകൊണ്ടാണ് ശരീരം വേണ്ടി വന്നത്. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ എന്തിനാ രക്തം വേണ്ടി വന്നത്? യേശുവിൻ്റെ ശരീരത്തിൽ രക്തം എന്തിനായിരുന്നു? ദൈവത്തിന് രക്തമുണ്ടോ? ദൈവത്തിന് രക്തം വേണ്ട, മനുഷ്യന് മാത്രം മതി രക്തം. രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ജീവൻ രക്തത്തിലല്ല അടങ്ങിയിരിക്കുന്നത്. ദൈവം മൊത്തത്തിൽ ജീവനാണ്. അപ്പം രക്തമില്ലാതെ തന്നെ ദൈവത്തിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റും. പക്ഷേ യേശു മനുഷ്യനായപ്പോൾ രക്തമുണ്ടായിരുന്നു. എന്തിനാണ് രക്തം? എബ്രായർ 9:22. എബ്രായർ 9:22 പറയുന്നു, രക്തം ചൊരിയാതെ എന്തോ ഇല്ല, വിമോചനമില്ല. അപ്പം മനുഷ്യന് വിമോചനം വരുത്താനാണ് യേശു രക്തവുമായിട്ട് ഇവിടേക്ക് വന്നത്. ഈ ഉപദേശ വിഷയങ്ങൾ ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമ്മളിൽ ഒരുവനെ പോലെ കഷ്ടനഷ്ടങ്ങൾ അനുഭവിപ്പാൻ, വേദനകൾ അനുഭവിപ്പാൻ, നമ്മിൽ ഒരുവനെ പോലെ വിങ്ങലുകൾ, നൊമ്പരങ്ങൾ, വിയർപ്പ്, വിശപ്പ്, ദാഹം ആദിയായതെല്ലാം അനുഭവിപ്പാൻ നമ്മിൽ ഒരുവനെ പോലെ കർത്താവ് ജഡം സ്വീകരിക്കുകയാണ്. ഇതോർത്ത് കർത്താവിനെ സ്തുതിക്കണം. 1000 കോടി കോടി വിശുദ്ധന്മാരുടെ ആരാധന അനുഭവിച്ച് ഇമ്പങ്ങളുടെ ആ സ്വർഗത്തിലിരിക്കേണ്ടവൻ ഉത്തരഗിരിയായി സിയോൻ പർവ്വതത്തിൽ 1000 കോടി വാനഗോളങ്ങൾക്കപ്പുറത്ത് ആ സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്ന കർത്താവിന് അവിടെ നിന്നാൽ മതിയായിരുന്നു. ഈ പാപപങ്കിലമായ ലോകത്തിലേക്ക് വരേണ്ട കാര്യമില്ല. പക്ഷെ ശരീരത്തിൽ വന്നത്, രക്തത്തോടുകൂടെ വന്നത് നമുക്ക് വേണ്ടി ഗത്സമനയുടെ പച്ചമണ്ണിൽ വീഴാൻ, ഗബ്ബഥായിൽ തകർക്കപ്പെടാൻ, ഗോൽഗോഥായിൽ തറയ്ക്കപ്പെട്ട പ്രാണനെ വിടാൻ വേണ്ടിയാണ് വന്നേ. അതുകൊണ്ടാണ് യേശുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നത്. സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞുങ്ങൾ ഒത്തിരി പേര് ഇന്ന് രാത്രി ഇവിടെ ഉണ്ടല്ലോ. മക്കളുമാരെല്ലാവരും അവധി ആഘോഷിക്കുകയാണല്ലോ അല്ലേ? അവധിക്ക് എന്താ പരിപാടി? അവധിക്ക് ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തന്നിട്ട് പോകട്ടെ. ആ ഹോംവർക്ക് എഴുതുകയോ വരയ്ക്കുകയോ, അത് കവിതയായിട്ട് എഴുതുകയോ രചിക്കുകയോ കഥയായിട്ട് ചെയ്യുകയോ ഉപന്യാസമാകുകയോ പഠനക്കുറിപ്പാക്കുകയോ ചെയ്തോ. എല്ലാ പെൺകുഞ്ഞുങ്ങളും ആൺകുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണം. അതെന്താണെന്നറിയാമോ? 3 വിഷയം ഞാൻ തരാം. 3 വിഷയങ്ങൾ നന്നായിട്ട് എഴുതണം. നിങ്ങളുടെ പാസ്റ്റർ ആരാന്നോ അദ്ദേഹത്തെ കാണിക്കണം. ഓക്കെ, ഞങ്ങൾ തമ്മിൽ പിന്നെ കോണ്ടാക്ട് ചെയ്തോളാം. ആ ഏറ്റവും നല്ല ഉപന്യാസം, ഏറ്റവും നല്ല കവിത, ഏറ്റവും നല്ല കഥ നിങ്ങൾ നമ്മുടെ സൗപാസങ്ങളുമായിട്ട് അഥവാ ശിവകുമാരങ്ങളുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും. നിങ്ങളുടെ കൃതികൾ നിങ്ങൾ എഴുതിയതൊക്കെ എൻ്റെ കൈ കിട്ടും. അദ്ദേഹം അത് കളക്ട് ചെയ്യും. ഏറ്റവും നല്ല കൃതിക്ക് നല്ല സംഭാവന ഞാൻ നിങ്ങൾക്ക് തരാം. ഇവിടെ കൂടി വന്നിട്ടുള്ള കുഞ്ഞുങ്ങൾ. ഓക്കെ, എഴുതേണ്ടത് എന്തുവെന്നറിയാമോ? ഗത്സമനയിലെ യേശു, ഗബ്ബഥായിലെ യേശു, ഗോൽഗോഥായിലെ യേശു. ഈ 3 ഇടങ്ങൾ മറക്കരുത്. 3G എന്നോർത്തിരിക്കണം. യേശുവിനെ നമ്മൾ 3 സ്ഥലങ്ങളിൽ കാണുകയാണ്. 1 ഗത്സമന, 2 ഗബ്ബഥ, 3 ഗോൽഗോഥ. ഗബ്ബഥ എന്ന് പറഞ്ഞാൽ കൽത്തളം. അവിടെയാണ് യേശു തകർക്കപ്പെടുന്നത്. ഗത്സമനയിലാണ് യേശു മണ്ണിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് യേശുവിനെ അടിച്ച് നടത്തി പിടിച്ച് കെട്ടിക്കൊണ്ടുപോകുന്നത്. ഗബ്ബഥായിൽ കൊണ്ട് എന്നാണ് പുറമടിച്ച് കീറുന്നതും അവൻ്റെ തല തല്ലി പൊളിക്കുന്നതും മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി കുത്തുന്നതും മുഖത്ത് തുപ്പുന്നതുമെല്ലാം അവിടെ വെച്ചാണ്. അത് കഴിഞ്ഞ് 2 നാഴിക ദൂരമാണ് ഗബ്ബഥയിൽ നിന്ന് ഗോൽഗോഥ. ആ 2 നാഴിക ദൂരം പോകുമ്പോഴാ 14 ഇടങ്ങളിൽ വീണുവെന്നാണ് ഫ്ലാവിയസ് ജോസീഫസ് പറയുക. കുരിശുമായി വീണും എഴുന്നേറ്റും പോവുക. ഒടുവിൽ ഗോൽഗോഥായിൽ ചെല്ലുമ്പോൾ 3 ആണികളിന്മേൽ തറച്ച് യേശുവിനെ അവർ ക്രൂശിക്കുകയായിരുന്നു. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലുള്ള യേശുവിനെ നിങ്ങൾ എഴുത്. ഈ 3 സ്ഥലങ്ങളിലുള്ള യേശുവിനെ കുറിച്ച് കവിത രചിക്ക്. വെറുതെ സമയം കളയരുത്. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാമിൽ തോണ്ടി സമയം കളയരുത്. ഈ 3 ആധികാരികമായ ഇടങ്ങളിൽ യേശുവിനെ നിങ്ങൾ കാണണം. എന്നിട്ട് നിങ്ങളുടെ ഭാഷയുടെ ആ അനുഗ്രഹീതമായ ആവിഷ്കാര ഭംഗി, കവിതയോ കഥയോ ഉപന്യാസമോ പഠനക്കുറിപ്പോ എന്തു വേണം, നിങ്ങളെ ആത്മാവ് നിയോഗിക്കുന്നത് പോലെ അത് ചെയ്യാൻ കഴിയണം. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ കർത്താവ് ദൈവമായിരുന്നു. ആ ദൈവം മനുഷ്യനായി പാർത്തലത്തിലേക്ക് വന്നത് എന്തിന് എന്ന വസ്തുത മനസ്സിലാക്കി. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. യേശുവിൻ്റെ മുഖത്ത് തുപ്പിയിട്ടാണോ അടിച്ചത്, അടിച്ചിട്ടാണോ തുപ്പിയത്? ഒത്തിരി പേരെ മുഖത്ത് തുപ്പിയിട്ടുണ്ട്. വെറുതെ തുപ്പിയതല്ല, ഉമിനീര് കൊണ്ട് തുപ്പിയതല്ല. കട്ടക്കഫം ഉള്ളിൽ നിന്നെടുത്ത് വായിൽ കൊണ്ടുവന്ന് വെറുപ്പിൻ്റെ തുപ്പൽ, കഫത്തിൻ്റെ തുപ്പലാണ്. മനസ്സിലായോ? വെറുതെ തുപ്പിയതല്ല.
വായിൽ ഉമിനീരുണ്ട്, എപ്പോൾ വേണമെങ്കിലും തുപ്പാം. അങ്ങനെ ഉമിനീര് കൊണ്ടല്ല തുപ്പുക, കഫം കൊണ്ട് തുപ്പുക. അതാണ് വെറുപ്പിൻ്റെ തുപ്പൽ. ഒത്തിരി പേരെ മുഖത്ത് തുപ്പി. ആ തുപ്പൽ മുഖത്ത് വന്ന് പതിഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു പതിയെ താഴേക്ക് വഴിഞ്ഞൊഴുകി. ആ മുഖത്ത് ആരെങ്കിലും ഇനി അടിച്ചാൽ അടിക്കുന്നവൻ്റെ കയ്യെ പറ്റും. അപ്പം അങ്ങനെ ഒരു ചിന്തയ്ക്ക് സാധ്യതയുണ്ട്. അടിച്ചിട്ടാണോ തുപ്പിയത്, തുപ്പിയിട്ടാണോ അടിച്ചത്? പറഞ്ഞേ. അടിച്ചിട്ടായിരിക്കും തുപ്പിയത്. അതാകാനാ സാധ്യത. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 67-ാമത് വാക്യത്തിൽ വായിക്കുന്നത്, അവരവൻ്റെ മുഖത്ത് തുപ്പി, മുഖത്തടിച്ചു. തുപ്പിക്കഴിഞ്ഞടിച്ചു എന്നാണ് മത്തായി പറയുക. അപ്പോഴാണ് നമുക്ക് സംശയം ഉണ്ടാകുന്നത്, അയ്യോ തുപ്പിയിട്ട് ആരെങ്കിലും അടിച്ചാൽ അവരുടെ കയ്യെ പറ്റുമല്ലോ. അപ്പോൾ പിന്നെന്തായിരിക്കും? അടിച്ചിട്ട് തുപ്പി എന്ന് പറയുന്നതായിരിക്കും ശരി. പക്ഷേ മീഖ സമ്മതിക്കത്തില്ല. മീഖ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. ശുശ്രൂഷക വൃന്ദങ്ങൾ, വിശ്വാസികൾ മറക്കരുത്. യേശു അനുഭവിച്ച സഹന ത്യാഗങ്ങളുടെ വ്യഥകളുടെ ആധിക്യത്തിൽ മീഖ 5:1 മറക്കരുത്. അവിടെ പറയുന്നവർ, ഇസ്രായേലിൻ്റെ ന്യായാധിപതി വടികൊണ്ട് ചെകിട്ടത്തടിച്ചു. കൈകൊണ്ടാ ചെകിട്ടത്തടിക്കരുത്, പക്ഷെ വടികൊണ്ടടിക്കാൻ കാരണം എന്താണെന്നറിയാമോ? തുപ്പി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. കയ്യിൽ പറ്റാതിരിക്കാൻ വടി. ആ വടി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ടീച്ചർമാർ അടിക്കാൻ വേണ്ടി ഒരുക്കി കെട്ടി റെഡിയാക്കി വെച്ച കാപ്പിക്കമ്പ് ചോരവടിയൊന്നുമല്ല. എല്ലാവരും തുപ്പി. ആ കൂട്ടത്തിൽ ചിലരുടെ കലി അങ്ങോട്ട് അടങ്ങുന്നില്ല. 2 എണ്ണം പൊട്ടിക്കണമെന്നുള്ള ആ കലിപ്പ് കൊണ്ട് വട്ടം നോക്കിയപ്പോൾ വഴിയിലെവിടെയോ കിടന്നൊരു മുണ്ടത്തടി. അതെടുത്ത് ചെകിട്ടത്തടിക്കുകയായിരുന്നു. സാധാരണ കൈകൊണ്ട് തന്നെ ചെകിട്ടത്തടിച്ചാൽ ചെകിട് തിണിർത്ത് വീങ്ങി കരിനീലിക്കത്തില്ലേ, നീര് കൊള്ളും ആഞ്ഞടിക്കുമ്പം. അപ്പോൾ വടി കൊണ്ടടിച്ചാലുള്ള അവസ്ഥ 5:1 മറക്കല്ലേ. ആ വേദഭാഗം ഒരിക്കലും മറക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അണയുമ്പോഴെല്ലാം മീഖ 5:1 ഓർമ്മയിൽ വരണം. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് അനുഭവിച്ച സഹനത്യാഗം. ഈ വടി കൊണ്ട് ആഞ്ഞടിക്കുമ്പോൾ കവളല് പൊട്ടിപ്പോവും, അണപ്പല്ല് സെറ്റോടെ തകരും. ആ വടിയുടെ അഗ്രം അങ്ങനെ ചെവിയുടെ ഭാഗത്ത് കൊണ്ടാലുണ്ടല്ലോ, ചെവിക്കുട ഇരഡ്രം പൊട്ടിപ്പോവും. കണ്ണിൻ്റെ വശത്തെങ്ങാനും കൊണ്ടാൽ കൺമണി കലങ്ങിപ്പോവും. മുഖം കൊണ്ട് തിണിർത്ത് വീങ്ങും. 2 കവളത്തും അടിച്ചാണ്, ചെകിട്ടത്തടിച്ചു. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അതാ വേറൊരു പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് വായിച്ചിട്ടുണ്ടോ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു അനുഭവിച്ച വ്യഥയാ. മീഖ 5:1, മത്തായി 26:67 ഈ വാക്യങ്ങളൊന്നും മറക്കല്ലേ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് യേശുവും അവരെ പോലെ ജഡരക്തത്തോടു കൂടിയവനായി തൻ്റെ മരണം വരിക്കേണ്ടതിന് അനുഭവിച്ച വ്യഥകളുടെ സാഹസികതയാണ് അവിടെ കാണാൻ കഴിയുക. കരമുയർത്തി പൊന്നു കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, സ്തോത്രം. പ്രിയരെ, ഒരു വർഷിപ്പ് ലീഡർ തച്ചന് നിന്ന് സ്തുതിച്ചാട്ടെ, കൈ ഉയർത്തിക്കാട്ടെ, ആരാധിച്ചാട്ടെ എന്നൊക്കെ നമുക്ക് വാചകങ്ങൾ തന്നാൽ മാത്രമേ നമുക്ക് ആരാധന ഉയരൂ. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഈ കാര്യങ്ങളെ ഓർത്താൽ നിറകണ്ണുകളോടെ കർത്താവിനെ സ്തുതിക്കാം. ഞാൻ മാന്യനാകേണ്ടതിന് കർത്താവ് മാന്യതയില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ ക്രൂശിലെ സഹനത്യാഗങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഉത്തരവാദിത്വം. ഓക്കെ, അപ്പോൾ യേശു മനുഷ്യപുത്രൻ. ഈ മനുഷ്യപുത്രൻ യോഗ്യതയുള്ളവനാണ്. അതുകൊണ്ട് ആ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമ്മൾ എന്തോ ഉള്ളവരാകണം? കമോൺ, യോഗ്യതയുള്ളവരാകണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യപുത്രൻ്റെ യോഗ്യത എന്താണെന്ന് 1, 2, 3, 4, 5 എന്നക്കമിട്ട് ഞാൻ അങ്ങോട്ട് പറയാം. കുറിച്ചോണം, പഠിച്ചോണം, എഴുതിക്കോണം അതെല്ലാം. എന്നിട്ട് ആ വാക്യങ്ങൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ചോണം എല്ലാവരും. 1, ഈ മനുഷ്യപുത്രൻ്റെ പ്രത്യേകത, യേശു പാപമില്ലാത്തവനാണ്. യേശു അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ പ്രതീക്ഷിച്ചൊരു സ്തോത്രം പറയുമായിരിക്കും. യേശു പാപമില്ലാത്തവനാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൂടി വന്ന ജനം സ്തോത്രം പറഞ്ഞില്ലെന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. കാരണം നിങ്ങളെ കാണാൻ ആളുകൾ ഇവിടെ വരും, മഴയാണെങ്കിലും.
അത്രയും നല്ലൊരു വാക്യം പറഞ്ഞിട്ട് അവർ സ്വോത്രം പറഞ്ഞില്ല. അങ്ങനെയുള്ള ജീവികളെ ഒന്ന് കാണണമെന്ന് അവർ ചിന്തിക്കും. ആ വാക്യം കേട്ടോ നിങ്ങൾ? യേശുവിൽ എന്തോ ഇല്ലെന്നാ പറഞ്ഞേ? പാപം ഇല്ല. ഏതാ വാക്യം? 1 യോഹന്നാൻ 3:5 വാക്യം. ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. കുഞ്ഞുങ്ങളൊക്കെ കുറിച്ചോണം. അവധിക്കാലത്ത് അതിനെ ധ്യാനിക്കണം. യേശുവിൻ്റെ പിന്നാലെ പാട്ടും പ്രാർത്ഥനയുമായിട്ട് ക്രിസ്ത്യാനിത്വത്തെ ഏറ്റെടുക്കുവാൻ, എറുകപ്പുണരുവാൻ, ക്രിസ്ത്യാനിത്വത്തിൽ വളരെ ശക്തിയോടെ നിലകൊള്ളുവാൻ ആളുകൾ ആക്ഷേപിച്ചിട്ടുണ്ട്. ചിലരും ഇതിനകത്ത് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും യേശു 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 മാത്രം മതി, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാ മതി എന്ന് പറഞ്ഞ ആവേശത്തോടെ നിൽക്കുന്നതിൻ്റെ പ്രഥമ കാരണം യേശു പാപമില്ലാത്തവനായതുകൊണ്ടാണ്. കണ്ടോ? 1 യോഹന്നാൻ 3:5 വാക്യം ജീവിതത്തിൽ ഒരിക്കലും മറക്കരുത്. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ബാലപാഠമാക്കിക്കോണം. എന്താ യേശുവിൻ്റെ പുറകെ നീ ഇത്ര വലിയ ആവേശം കാണിക്കുന്നത്? ആ ഒന്നാമത്തെ കാരണം ഇതാ, യേശു പാപമില്ലാത്തവനാ. പാപമില്ലാത്ത ആരെങ്കിലും ഒരാൾ നിന്ന് കാണിച്ചു തരാവും. ആദാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, എന്തുകൊണ്ട് അവരിലെല്ലാം പാപമുണ്ട്. പാപമില്ലാത്ത ഒറ്റ വ്യക്തിയില്ല. പാപമില്ലാത്ത ഒരേ ഒരുവൻ അത് യേശു മാത്രമാണ്. ഇതാ ഞങ്ങളുടെ സുവിശേഷം. ഇതാ ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയാനുള്ളത്. അല്ലാതെ മതം മാറ്റത്തിൻ്റെ ഉണർത്തുപാട്ടല്ലിത്. ഞങ്ങളുടെ കൂട്ടത്തിൽ പോരെ, ഞങ്ങൾ ഇന്ന തരാം സായിപ്പുമായിട്ട് കണക്ട് ചെയ്യാം, അമേരിക്കയുമായിട്ട് കണക്ട് ചെയ്യാമെന്നൊന്നും പറയാൻ ഞങ്ങളുടെ ഈ സുവിശേഷമില്ലെന്ന്. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ പ്രസംഗവും യേശു പാപമില്ലാത്തവനാണ്. അതുകൊണ്ട് ആ യേശുവിന് മാത്രം കഴിയുന്നൊരു കാര്യം പാപങ്ങളെ നീക്കുക എന്നതാണ്. പാപങ്ങളെ നീക്കണമെങ്കിൽ ആരെ കൊണ്ടേ പറ്റുള്ളൂ? യേശുവിനെ കൊണ്ടേ പറ്റുള്ളൂ. യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം യേശു മാത്രമാണ് പാപമില്ലാത്ത ഒരുവൻ. അതാണ് 1 യോഹന്നാൻ 3:5 വാക്യം. യേശു എന്തോ ഇല്ലാത്തവനാ? പാപങ്ങളെ നീക്കുവാൻ യേശു പ്രത്യക്ഷമായി എന്ന് പറഞ്ഞിട്ട് യേശുവിൽ എന്തോ ഇല്ല, പാപം ഇല്ല. അപ്പം യേശു വന്ന എന്തിനു വേണ്ടിയാ? ഇവിടെ പാർട്ടി ഉണ്ടാക്കാനല്ല, പിണിയാളുകളെ തൻ്റെ കൂടെ നിർത്താനല്ല, തൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല. എല്ലാവർക്കും ഗ്രൂപ്പ് ഉണ്ട്, എന്നാൽ പിന്നെ ഇരിക്കട്ടെ എനിക്കും യേശുവിൻ്റെ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ്. നോ, യേശു വന്ന അതിനു വേണ്ടിയൊന്നുമല്ല. ഈസം ഉണ്ടാക്കാനും ജനസംഘ ശക്തി ഉണ്ടാക്കാനും അതിനൊന്നുമല്ല യേശു വന്നത്. യേശു വന്നത് നീക്കാനാണ്. എന്തോ നീക്കാൻ? 3 കാര്യങ്ങളെ നീക്കാൻ. അക്കമിട്ട് പഠിക്കണം. യേശു വന്നത് 3 കാര്യങ്ങളെ നീക്കാനാണ്. സംഘാടകര് പരക്കെ ഈ ശബ്ദം കേൾക്കാൻ സജ്ജമാക്കിയ ഉച്ചഭാഷണയുടെ നാദത്തിങ്കൽ ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളും ശ്രദ്ധിച്ചോണം. ഇത് ഈ മുറ്റത്ത് ഈ കാമ്പൗണ്ടിൽ മാത്രം കേൾക്കാൻ സജ്ജമാക്കിയാൽ മതി. പക്ഷേ കാശ് മുടക്കി ഈ സംവിധാനം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് താങ്കൾ യേശുവിനെ കേൾക്കേണ്ടതിനാണ്. ശക്തമായൊരു മഴ പെയ്ത് അന്തരീക്ഷം കഴുകി വെടിപ്പാക്കപ്പെട്ടു പൊടിപടലങ്ങളൊക്കെ അടങ്ങിയതുകൊണ്ട് ഈ ശബ്ദം വളരെ കാര്യമായിട്ട് അങ്ങ് ദൂരോട്ട് പൊക്കോളും. ഞാൻ ഉറക്കെ പറയുന്നു, യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നതിൻ്റെ അടിസ്ഥാന സംഗതി യേശു പാപമില്ലാത്തവനായതുകൊണ്ട് യേശു നീക്കാനാണ് ഇവിടേക്ക് വന്നത്. നമ്മൾ ആഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ നമ്മളെല്ലാവരും കൂടെ തള്ളിയാലും തള്ളിപ്പോകാത്ത, മുദ്രാവാക്യം വിളിച്ചാൽ അടങ്ങിപ്പോകാത്ത 3 കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മുടെ ജനസംഘ ശക്തി കൊണ്ട്, നമ്മുടെ പൗരബോധം കൊണ്ട്, നമ്മുടെ ഏതെങ്കിലും വിദ്യാസമ്പന്നത കൊണ്ട്, കീശയിലെ കാശിൻ്റെ കനം കൊണ്ട്, അത് റുപ്പീസ് മാത്രമല്ല, റിയാലോ ദീർഘമോ ദറംസോ ഡോളറോ യൂറോയോ പൗണ്ട് അടക്കമുള്ള പലതും കൊണ്ട് തള്ളിയാൽ തള്ളിപ്പോകാത്ത മഹത്തായ 3 കാര്യങ്ങൾ. ആ 3 കാര്യങ്ങൾ യേശു നീക്കാനാ വന്നത്. അതിൽ ഒന്നാമത്തേത് പാപങ്ങളാണ്. പാപങ്ങൾ എന്ന് ബഹുവചനം പറയാൻ കാരണം ജന്മപാപം പ്ലസ് കർമ്മപാപം. ജനിച്ചതേ പാപിയായിട്ടാണ്. കാരണം നമ്മെ ജനിപ്പിച്ച മാതാപിതാക്കൾ പാപത്തിലായിരുന്നു, അവരുടെ മാതാപിതാക്കൾ പാപത്തിലായിരുന്നു. ഏകൻ്റെ മക്കളായ എല്ലാവരും, ആ ഏകനെ ആരാ? ആദമാണ്. ആദം മുതൽ പാപം മാനവകുലത്തെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ജന്മനാ പാപിയ. ജനിച്ച മനുഷ്യൻ പാപത്തോടെയാണ് ജനിച്ചതെങ്കിൽ കർമ്മപദവും പാപത്തിലാണ്. ചെയ്തതെല്ലാം പാപം. എല്ലാവിധമായ ധാർഷ്ട്യം, ധിക്കാരം, താൻപോരിമ, അഹങ്കാരം, വിമർശനം, വിരോധം, വിദ്വേഷം ആദിയായ സകല ദുശീല ദുർഗുണങ്ങളുമുണ്ട്. എല്ലാം അറിയാമെങ്കിലും അരുതരുതാത്തതിനു വേണ്ടി മനുഷ്യൻ പ്രേരിതനാകുന്നതിൻ്റെ കാരണം എന്താ? പാപം അവനിലുള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? വിശ്വസ്തതയെ പാലിക്കുവാൻ കഴിയില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയത്തില്ല, മറ്റൊരു മാതിരി ധിക്കാരത്തോടെയൊക്കെ ജീവിക്കേണ്ടി വരിക. ഇന്ദ്രിയ വ്യവസ്ഥിതികൾക്ക് ദോഷം വരുത്തുന്ന, പ്രത്യുൽപാദന വ്യവസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന, രക്തചംക്രമണ വ്യവസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന, ശ്വസനേന്ദ്രിയ വ്യവസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന കള്ളും കഞ്ചാവും പുകവലിയും അടക്കമുള്ള പലതും
ചെയ്യുവാൻ അവൻ നിർബന്ധിതമാകുന്നത് അപ്പൻ പുകവലിക്കാരനായതുകൊണ്ട് മോൻ അങ്ങനെ ആയതല്ല, അപ്പൻ കള്ളുകൂടിയനായതുകൊണ്ട് മോൻ അങ്ങനെ ആയതല്ല. പാപം എല്ലാവരുടെയും ഉള്ളിലുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ആയത്. എന്നാൽ ചിലരിത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം പാപബോധം അവരിൽ വന്നിട്ട് ക്രിസ്തു അവരിൽ വരുത്തിയ വലിയ മാറ്റങ്ങളാണ്. ആ മാറ്റത്തെയാണ് ഞങ്ങൾ കൺവേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ യേശു വന്നത് എന്തോ മാറ്റാനാന്ന് പറ, എന്തോ നീക്കാന്? പാപങ്ങളെ നീക്കാനാണ്. അതിനും ആ വാക്യം മറക്കരുത്. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇനി യേശു വന്നതിൻ്റെ 3 കാര്യം നീക്കാനെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊന്ന് പാപങ്ങളെ, 2 പാപത്തിൻ്റെ അനന്തരഫലമായ മരണത്തെ നീക്കാനാണ് യേശു വന്നത്. എത്ര പേർക്ക് സന്തോഷമുള്ളതിൽ? മരണത്തെ നീക്കാൻ എന്ന് പറഞ്ഞാൽ യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും എന്തോ ചെയ്യും? ജീവിക്കുമെന്ന് പറയാൻ കാരണം 2ാം മരണത്തിന് അവരുടെ മേൽ അവകാശമില്ല. 2ാം മരണം എന്ന് പറഞ്ഞാൽ നിത്യമരണമാണ്. നിത്യനാശത്തിലേക്ക് നിബന്ധിക്കപ്പെടുന്ന 2ാം മരണം അത് യേശുവിൽ വിശ്വസിക്കുന്നവർക്കില്ല. യേശുവിൽ വിശ്വസിക്കാത്തവർ 2ാമതും മരിക്കും. മനസ്സിലായോ? അതായത് മരിച്ച ശേഷം പിന്നീട് ഉയർത്തു വരും. ആ വന്ന ശേഷം ദൈവം വീണ്ടും താങ്കൾ ചെയ്ത സകല പാപപ്രവർത്തികളും താങ്കളുടെ മുമ്പിൽ വരുത്തിയിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിട്ടുള്ള നിത്യ നരകത്തിലേക്ക് താങ്കളെ തള്ളും. അതാണ് 2ാം മരണം. അവിടെ തള്ളപ്പെട്ടാലും ജീവൻ പോയെങ്കിൽ കുഴപ്പമില്ല, നിത്യതയോളം ദണ്ഡനം അനുഭവിച്ച് അവിടെ കഴിയേണ്ടതായിട്ട് വരും. കേട്ട കൺവെൻഷൻ അവിടെ ഇവിടെ മാറിയിരുന്ന് കേട്ടു, പാട്ടും കൺവെൻഷൻ പ്രസംഗം എല്ലാം കേട്ടിട്ടും യേശുവിനെ സ്വീകരിക്കാതെയാ തിന്നു കുടിച്ച് മതിച്ചു പൊളച്ച് ജീവിച്ചിട്ടൊടുവിൽ മരണത്തിന് വിധേയമായതെങ്കിൽ 2ാമതൊരു മരണം കൂടിയുണ്ട്. ആ 2ാം മരണം എന്ന് പറഞ്ഞ് നിത്യം നരകത്തിലേക്കുള്ളത്, അത് പിശാചിനോടുകൂടെ തള്ളുന്നതാ. ആ മരണം യേശുവ നീക്കിയത്. വാക്യം എവിടെയെന്ന് മറന്നു പോകരുത്. 2 തിമോത്തിയോസ് 1:10 വാക്യമാണ്. 2 തിമോത്തിയോസ് 1:10. ഇപ്പോൾ മരണം നീക്കി ജീവനും അക്ഷയതയും നമുക്ക് നൽകുവാൻ വേണ്ടി പ്രത്യക്ഷനായ യേശു. അപ്പൊ യേശു 1ാമത് നീക്കിയത് എന്തുവാ? പാപങ്ങൾ. 2ാമത് നീക്കിയത് എന്തുവാ? മരണത്തെ നീക്കി. 3ാമത് നീക്കി എന്തുവാന്നറിയാമോ? എബ്രായ ലേഖനം 2:14 മുമ്പേ ഞാൻ പരിചയപ്പെടുത്തിയ വാക്യം. തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ എന്തോ ചെയ്തു? നീക്കി. പിശാചിനെ നീക്കി. സ്വോത്രം പറഞ്ഞില്ലല്ലോ. പിശാചിനെ നീക്കിയെന്ന് പറഞ്ഞപ്പോൾ ഞാനോട് വലിയൊരു സ്വോത്രം പറയുമായിരിക്കുന്ന. സ്വോത്രത്തിന് പഞ്ഞമുള്ള നാടാണോ ഇവിടെ? സ്വോത്രം അതോ മഴ പെയ്ത് സ്വോത്രം നനഞ്ഞു പോയോ? പിശാചിനെ നീക്കി എന്നൊക്കെ പറയുമ്പോൾ സന്തോഷത്തോടെ സ്വോത്രം പറയേണ്ടതല്ലേ? പിശാചിനെ നീക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഈ ആദ്യം ഞാൻ പറഞ്ഞ 2 കാര്യമില്ലേ? ഏതാ? പാപം പിന്നെ മരണം. ഇത് 2 സംവിധാനം ചെയ്തത് പിശാചാണ്. അപ്പോൾ പാപത്തെ നീക്കിയ കർത്താവ് മരണത്തെ നീക്കി. ഇത് 2 സംവിധാനം ചെയ്ത സംവിധായകനായ പിശാചിനെയും കൂടെ നീക്കി. പിശാചിനെ നീക്കി എന്നുള്ള വാക്യം മറന്നു പോകരുത്. 2:14 വാക്യമാണ് എബ്രായ ലേഖനം 2:14. പിശാചിനെ നീക്കി എന്നൊക്കെ പറഞ്ഞാൽ ചിലർ സമ്മതിക്കത്തില്ല. പക്ഷേ അങ്ങനെയൊന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. അതിനാ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ കണ്ടല്ലോ പുള്ളി എൻ്റെ മുമ്പിൽ കൂടെ പോകുന്നത്. വീടിനകത്തോട്ട് കയറിയപ്പോൾ ഒരു വെള്ളായം പോലെ ഇങ്ങനെ പോകുന്ന കണ്ടല്ലോ. മുറ്റത്തോടെ ചങ്ങല വലിച്ചുകൊണ്ട് ചൊവ്വാഴ്ച രാത്രി പോയല്ലോ, ഞങ്ങൾ കേട്ടതാ കണ്ടതാ. ഇങ്ങനെയൊക്കെ വിശ്വാസമുള്ളവരും അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഓക്കെ, ഇത് എന്താ യഥാർത്ഥത്തിൽ പിശാചിനെ നീക്കിയെന്ന് പറഞ്ഞാൽ എവിടുന്ന് നീക്കിയെന്ന് ഈ പറയുക? എവിടുന്ന് നീക്കിയെന്ന? തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് നീക്കിയെന്നല്ല, കോവളത്തുനിന്ന് നീക്കിയെന്നല്ല, പിന്നെ ഈ മേഖലയിൽ നിന്ന് നീക്കിയെന്നല്ല. പിശാച് ഇവിടെ ഉണ്ട്. ഞാൻ ഈ പറയുന്നതും കേട്ടുകൊണ്ട് പല്ല് കടിച്ചോണ്ട് അപ്പുറത്ത് മാറി നിൽപ്പുണ്ട് പിശാചും അവൻ്റെ ദൂതഗണങ്ങൾ. പിന്നെ നീക്കി എന്ന് പറഞ്ഞ് എവിടെ നിന്ന് നീക്കിയെന്ന? യേശുവിൻ്റെ നിർമ്മലവും നിഷ്കളങ്കവും വിലയേറിയതും കുറ്റമില്ലാത്തതും നീതിയുള്ളതും പുണ്യാഹവുമായ രക്തത്താൽ കഴുകപ്പെട്ട ദൈവപൈതലെ നിന്നിൽ നിന്ന് നീക്കിയിട്ടുണ്ട്. നിന്നെ തൊടാൻ അനുവദിക്കാതെ, നിന്റെ സ്ഥാവര ജംഗമ വസ്തുക്കളെ തൊടാതെ, നിനക്ക് ദൈവം തന്ന ഉദരഫലങ്ങളായ പ്രതിഫലങ്ങളെ തൊടാതെ, നിന്റെ വാഹനത്തെ തൊടാതെ, നിന്റെ ഉപജീവന മാർഗത്തെ തൊടാതെ, നിന്റെ ആരോഗ്യത്തെ തൊടാതെ, നിന്റെ അവയവ വ്യവസ്ഥിതികളെ തൊടാതെ മാറി നിൽക്കുന്ന കർത്താവ് പറഞ്ഞിട്ടുണ്ട്. രക്ഷ പൂർണ്ണമാണെങ്കിൽ, രക്തത്താൽ കഴുകപ്പെട്ടു എന്നുള്ളത് പൂർണ്ണമാണെങ്കിൽ, പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞു എന്നുള്ളത് പൂർണ്ണമാണെങ്കിൽ, രഹസ്യ പാപങ്ങളിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടു എന്നുള്ളത് പൂർണ്ണമാണെങ്കിൽ, തിന്മയുടെ ജീവിതത്തെ നീ ഉപേക്ഷിച്ചു എന്നുള്ളത് പൂർണ്ണമാണെങ്കിൽ, പിശാചിന് ഇടം കൊടുക്കാതെ ഒരു വിശുദ്ധ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ പിശാചിനെ ദൈവം നീക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? പിശാച് എന്ന് കേൾക്കുമ്പോൾ മുട്ട് തമ്മി കൂട്ടായ്മയായി പോകുന്ന വിശ്വാസികളുണ്ട്. അയ്യോ പിശാച്, കെട്ട്, ബന്ധനം, ആകപ്പാടെ അത് കേൾക്കുമ്പോഴേ പേടിച്ച് പനി പിടിച്ച് പോവുക. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവ് ചെയ്ത ഈ പ്രവൃത്തിയെക്കുറിച്ച് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്.
പിശാച് പൂർണ്ണമായി മാറി എന്ന് ഉറപ്പില്ല. അതിൻ്റെ കാരണം എന്താ? ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല. പിശാചിന് അവകാശം പറയാവുന്ന പലതും നമ്മുടെ സ്വഭാവത്തിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പിശാച് വഴിമാറത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് പിശാചിനെ നീക്കിയെന്ന് പറഞ്ഞാൽ രക്തത്താൽ വിടുവിക്കപ്പെട്ട ദൈവപൈതൻ്റെ ജീവിതത്തിൽ നീക്കിയിട്ടുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പിശാചിനെ നീക്കി എന്ന് മാത്രമല്ല, ആ പിശാചിൻ്റെ മേലൊരു അധികാരം കൂടെ തന്നിട്ടുണ്ട് നമുക്ക്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? രക്ഷിക്കപ്പെട്ട ദൈവപൈതനെ പരിശുദ്ധാത്മ നിറവ് കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ആത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി മാത്രമല്ല. താളമുള്ള പാട്ട് 2ാം റൗണ്ട് വരുമ്പം 3ാം റൗണ്ട് വരുമ്പം അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല ആത്മശക്തി. പിന്നെ എന്തിനാ ആത്മാവിനെ തന്നിരിക്കുന്നതെന്നറിയാമോ? ആരാധിച്ച് ബലം പ്രാപിച്ചതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ദുഷ്ട ശത്രുവിനോട് യേശുവിൻ്റെ നാമത്തിൽ പടിയിറങ്ങെന്ന് പറയാൻ, വഴിമാറെന്ന് പറയാൻ വേണ്ടിയ ആ ശക്തി ഏറ്റെടുത്തോണം. കഴിഞ്ഞ നാളുകൾ ദൈവം പകർന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഏറ്റെടുത്തോണം. എത്ര പേര് സമ്മതിക്കുന്നുണ്ട് ആ കാര്യം? ദർശനങ്ങളുടെ, വെളിപ്പാടുകളുടെ, രോഗങ്ങളുടെ മേലുള്ള അവകാശങ്ങളുടെ, പൈശാചിക പോരുകളെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന ആ കൃപയിലേക്കൊന്ന് വഴിമാറി വരണം. ഈ ദിവസങ്ങൾ അതിലേക്കൊന്ന് മടക്കയാത്ര ചെയ്യ്. നഷ്ടപ്പെട്ടു പോയ കൃപയുടെ മൂർച്ച ഒന്നുകൂടെ ഏറ്റെടുക്ക്. ആത്മീക ജീവിതത്തിൽ വെറുതെയാകരുത്. ചില ശുശ്രൂഷകൾ മാറാല പിടിച്ചു പോകരുത്, അത് ക്ലാവ് പിടിച്ചു പോകരുത്. ഈ കൺവെൻഷന്റെ സമാപന രാത്രിയിൽ അതിനെ ഒന്ന് പുതുക്കിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ശക്തമായി കർത്താവിനെ സ്തുതിക്ക്. ചില ആധിപത്യ വ്യവസ്ഥിതികളോട് മത്സരിക്കുക, ചില അധികാര തീവ്രതയോട് യേശുവിന്റെ നാമത്തിൽ ആട്ടങ്ങെന്ന് പറയാൻ. യെസ്, ശക്തമായി ദൈവത്തെ സ്തുതിക്ക്, ശക്തമായി ദൈവത്തെ സ്തുതിക്ക്. ആത്മാവിൽ കർത്താവിനെ മഹത്വപ്പെടുത്ത്. യേശു നീക്കിയത് പിശാചിനെയാണ്. ഹല്ലേലൂയ. രോഗത്തിന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറെ മാത്രം നമ്പിയ പോരാ ദൈവപൈതൽ. രോഗബന്ധനങ്ങളോട് മാറി നിൽക്കാൻ പറയണം. എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൻ്റെ മേലും ആയുസ്സിൻ്റെ മേലും പിശാച് നിനക്ക് അധികാരമില്ല, ഇറങ്ങ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയാൻ കഴിയുന്ന ആത്മധൈര്യം നമുക്കുണ്ടാകണം. മനസ്സിലാകുന്നുണ്ടോ? സ്വതന്ത്രം. പെന്തക്കോസ്തിൽ ചേർന്നിട്ട് എത്ര വർഷമായി? ഒന്ന് ചിന്തിച്ച് നോക്കി, എത്ര വർഷമായി? ഇന്നും പരിചയപ്പെടുന്ന ദൈവദാസന്മാരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, കൃപയുള്ള ഒരു ദൈവദാസൻ്റെ നമ്പർ തരാമോ? ദൈവദാസന്മാരുടെ പോരാ, പിന്നെന്തോ വേണം? കൃപയുള്ള ദൈവദാസൻ്റെ നമ്പർ തരാമോ? ഈ ചോദ്യം സ്ഥലസഭ പാസ്റ്റോട് തന്നെ ചോദിച്ചു കളയും. അതാണ് ഭയങ്കരം. സഭയെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റോട് തന്നെ ചോദിക്കും, പാസ്റ്റേ കൃപയുള്ളൊരു ദൈവദാസൻ്റെ എന്ന് പറഞ്ഞാൽ 2 ഉദ്ദേശം. ഒന്ന്, കൃപയുള്ളൊരു ദൈവദാസൻ നമ്പർ കിട്ടണം. 1. 2, ഇപ്പം നിലവിലുള്ള പാസ്റ്റർക്ക് എന്തോ ഇല്ല, കൃപ ഇല്ലെന്ന് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വിവിധോദ്ദേശ പദ്ധതി എന്നാണ് ഇതിന് പറയുക. ഈ കൃപയുള്ള ദൈവദാസന് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടൽ ഇവിടെ, അത് അന്വേഷിച്ചോ, കുഴപ്പമൊന്നുമില്ല. കാശ് മുടക്കിയാൽ നല്ല തുണി, കഴുകിയാലൊന്നും കളർ മാറാത്ത തുണിയുള്ള കട ഏതാ, അതങ്ങനെയൊക്കെ അന്വേഷിച്ചോ, കുഴപ്പമില്ല. നല്ല പലവ്യഞ്ജന കട ഇവിടെ ഉണ്ട്, അതൊക്കെ അന്വേഷിച്ചു. നല്ല പച്ചക്കറി ഏത് ഇവിടെ കിട്ടും, അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. കൃപയുള്ള ദൈവദാസൻ നമ്പർ തപ്പി നീ നടക്കരുത്, അത് പെന്തക്കോസിന് അപമാനമാണ്. അപ്പോൾ കർത്താവ് ഒരു ചോദ്യം ചോദിക്കും, ഞാൻ നിനക്ക് തന്ന കൃപ നീ എവിടെ കൊണ്ട് കളഞ്ഞു? ഇത്രയും നാൾ പെന്തക്കോസ് കളിച്ചിട്ട് എവിടെ കൊണ്ട് പണയപ്പെടുത്തി ഞാൻ തന്ന കൃപ? നീ ചോദിക്കാതെ, നീ കാശ് മുടക്കാതെ, ഞാൻ തന്നില്ല നിൻ്റെ മേൽ എൻ്റെ കൃപ. അത് എവിടെ കൊണ്ട് കളഞ്ഞിട്ടാണ് ഇപ്പം നമ്പർ തപ്പി നടക്കുന്നത്? അത് നമ്മൾ തിരിച്ചറിയണം. ഈ കൃപ എന്ന് പറയുന്നത് ചുമ്മാ അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, പിശാചിൻ്റെ നേരെ വിരൽ ചൂണ്ടാനാ, രോഗങ്ങളെ ശാസിക്കാനാ, അന്ധകാരത്തിൻ്റെ പോരുകളോട് വഴിമാറാൻ പറയാനാ. താച്ചിന് കുത്തിയിരുന്ന് നിനക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുന്ന ദുർമന്ത്രവാദി ലജ്ജിക്കണം. ഇത്ര ദിവസത്തിനകത്ത് എന്നെ തകർക്കുമെന്നും തളർത്തുമെന്നും കിടത്തിക്കളയുമെന്ന് പറയുന്ന ദുഷ്ട പിശാച്, ഓ ഹല്ലേലൂയ, ലജ്ജിച്ച് തല താഴ്ത്തണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവിൻ്റെ പ്രാപ്തിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് ചിന്തിച്ചത്, യേശു പാപം ഇല്ലാത്തവൻ. അതിൻ്റെ അനുബന്ധം പറഞ്ഞപ്പോഴാണ് പാപം നീക്കി, മരണം നീക്കി, പിന്നെ പിശാചിനെ നീക്കിയെന്ന് വന്നത്. 1 യോഹന്നാൻ 3:5 പറഞ്ഞപ്പോഴുള്ള വിശദീകരണത്തിലേക്കാണ് പോയത്. രണ്ടാമത്തെ ചിന്ത പറയാം. യേശുവിൻ്റെ പ്രാപ്തി, യേശുവിൻ്റെ യോഗ്യത, യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ ഔന്നത്യം എന്താ? 1 യോഹന്നാൻ 3:5 പാപമില്ലാത്തവൻ. രണ്ടാമത്തേത്, നാട്ടുകാർ മുഴുവനും കേട്ടോണം, താങ്കൾ മഴ തോർന്നപ്പം ഈ ശബ്ദം കേൾക്കാവുന്ന സ്ഥലത്ത് താങ്കൾ വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ ഞങ്ങൾ പാടുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന, ഞങ്ങളുടെ കുഞ്ഞുങ്ങളടക്കം വേദിയിൽ നിന്ന് പാടുന്ന കണ്ടോ? തൻ്റെ ഇടത്തോടെ യേശുവിന് വേണ്ടി പാടാൻ നിൽക്കുന്ന കണ്ടോ? പ്രിയപ്പെട്ടവർ അഭിമാനത്തോടെ വേദിയിൽ നിൽക്കുന്ന കണ്ടോ? അതിൻ്റെ കാരണം യേശുവിൻ്റെ രണ്ടാമത്തെ യോഗ്യതയാണ്.
എന്താ രണ്ടാമത്തെ യോഗ്യത? 1 പത്രോസ് 2:22, യേശു പാപം ചെയ്തിട്ടില്ല. ഓ, യേശു പാപം, ഇവിടെ എല്ലാവരും പാപം ചെയ്തവരാണ്. കൊല്ലും കൊലവിളിയും അക്രമങ്ങളും അനീതികളും, ഏതെങ്കിലും വിധത്തിലുള്ള കറ പറ്റാത്ത ആരുമില്ല. ഒന്നീ മണ്ണിൻ്റെ കറ, അല്ലെ കസേര അധികാരത്തിൻ്റെ കറ, അല്ലെ പെണ്ണിൻ്റെ കറ, അല്ലെ ആണിൻ്റെ കറ, അല്ലെ പണത്തിൻ്റെ കറ. ഈ കറ പറ്റാത്ത ഒരുത്തനുമില്ല, ഒരുത്തിയില്ല. പക്ഷെ ഇന്ന് രാത്രി കേട്ടോണം, പാപം ചെയ്യാത്ത ഒരുവനെ ഞങ്ങൾ ഉയർത്തുകയാണ് ഈ ഗ്രൗണ്ടിൽ. ഞങ്ങൾ ഉയർത്തുന്നു ഈ ദേശത്ത്. അത് വേറെ ആരുമല്ല, യേശുവാണ് പാപമില്ലാത്തവൻ. ആ യേശുവാണ് പ്രത്യക്ഷനാകാൻ പോകുന്നത്. ആ യേശുവിൻ്റെ മുമ്പിൽ നിൽപ്പാനാണ് നമ്മൾ പ്രാപ്തരാകേണ്ടത്. പാപിയല്ലാത്ത, പാപം ചെയ്യാത്ത യേശുവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. ദൈവമക്കളെ, ഭയത്തോടെ പഠിച്ചോണേ. കുറെ പോയിന്റ് കിട്ടിയെന്നുള്ളതിൽ സന്തോഷിക്കരുത്. അതിൻ്റെ ആന്തരിക അർത്ഥം നിങ്ങൾ ധ്യാനിച്ചോണം. ആരുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കാൻ പോന്നേ? പാപി അല്ലാത്തവൻ്റെ, പാപം ചെയ്യാത്തവൻ്റെ. അങ്ങനാണെങ്കിൽ ആ മുമ്പിൽ നിൽക്കണമെങ്കിൽ നമ്മിൽ എന്തോ ഉണ്ടാകരുത്? പാപം ഉണ്ടാകരുത്. നമ്മൾ എന്തോ ചെയ്യരുത്? പാപം ചെയ്യരുത്. അവസരത്തിൻ്റെ ആനുകൂല്യം ഒത്തു കിട്ടുമ്പോൾ പാപത്തിലേക്ക് മൂക്കുകുത്തിയവൻ്റെ ആരാധനയെ സ്വതന്ത്രമൊന്നും ദൈവത്തിന് വേണ്ട. അടച്ചിട്ട മുറിയിൽ എങ്ങനായിരുന്നു അതുപോലെ തന്നെ ആകണം തുറന്ന മുറിയിലും. പപ്പയും മമ്മിയും എല്ലാവരും കൂടെ കൂട്ടത്തിൽ എങ്ങനെ ആയിരുന്നോ ജീവിച്ചത് അങ്ങനെ തന്നെ ജീവിക്കണം. അവരാരും കൂടെ ഇല്ലാത്തപ്പോഴും. ഭാര്യ കൂടെ ഉണ്ടോ, ഭർത്താവ് കൂടെ ഉണ്ടോ, ആ സമയത്ത് എങ്ങനെയായിരുന്നു ജീവിതത്തിൻ്റെ താളം? അവരാരും കൂടെ ഇല്ലാത്തപ്പോഴും അതേ താളത്തിൽ ജീവിക്കാൻ പറ്റണം. മനസ്സിലായില്ലേ? ഇത് പപ്പയും മമ്മിയും കൂടെ ഉള്ളപ്പം ഇതുപോലെ വിശുദ്ധര് വേറെ ആരുമില്ല. ഭർത്താവ് കൂടെ ഉള്ളപ്പോൾ കുഴപ്പമില്ല, ഭാര്യ കൂടെ ഉള്ളപ്പോൾ കുഴപ്പമില്ല. മാന്യന, മിടുക്കന, മിടുമിടുക്കന. അവിടെ പോയിരിക്കാൻ 2 ദിവസം കഴിഞ്ഞ് അവിടെ വീട്ടിൽ നിന്ന് വരുള്ളൂ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അന്നേരം പുള്ളിയെ പിടിക്കാൻ 16 പേര് വേണം. മനസ്സിലായില്ലേ? പിന്നെ വാട്സപ്പിൽ ആരുമായിട്ട്, യൂട്യൂബിൽ ആരുമായിട്ട് എന്തുമായി തപ്പി നടക്കുന്നത്, തിരഞ്ഞ് നടക്കുന്നത്, ആരുമായിട്ടാണ് സംസാരം, ആരാ വരുന്നത്, ആരെ കാണാനാ പോവുക, ഇതെല്ലാം കർത്താവിൻ്റെ ക്യാമറ കണ്ണൊപ്പിയെടുക്കുകയാണ്. പാപം ചെയ്യാത്ത ഒരുവൻ, ആ പാപം ചെയ്യാത്ത ഒരുവൻ്റെ മുമ്പിൽ ആ പാപിയല്ലാതെ നമ്മൾ നിൽക്കേണ്ടത്. പാപം ചെയ്യാതെ നിൽക്കേണ്ടത്. ദൈവമക്കൾ ഇത്രയും പേര് കൂടിയിട്ടുള്ള നിങ്ങളുടെ ഉൾത്തടത്തിലൊരു ആത്മചൈതന്യത്തിന് വേണ്ടി 2:22 വാക്യത്തിൽ ഒരു കാര്യം കൊണ്ട് ഞാൻ പറയാം. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണേ. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് മുമ്പ് പറയുന്നു, അവൻ്റെ വായിൽ വഞ്ചനയില്ല. എത്ര പേർക്ക് മനസ്സിലായ വാക്യം? യേശുവിനെ വിശ്വസിച്ച് കൂടിയിട്ടുള്ള മുഴുവൻ വിശ്വാസികളെ ശ്രദ്ധിച്ചോണം. വായിൽ വഞ്ചനയില്ലാത്തൊരു നേതാവിൻ്റെ പിന്നാലെയാ കൂടി. വായിൽ എന്തോ ഇല്ല? വഞ്ചനയില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ കർത്താവ് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വഞ്ചനയല്ല, അത് നിവർത്തിയാകുക തന്നെ ചെയ്യും. നിവർത്തിയാകുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ടത്? ഉയർത്താം, നിന്നെ ഞാൻ ഉയർത്താം, നിൻ്റെ കുഞ്ഞിനെ ഞാൻ ഉയർത്താം, നിന്നെ ഞാൻ അനുഗ്രഹിക്കാം, എൻ്റെ ശുശ്രൂഷയിൽ നിന്നെ ഞാൻ ഉയർത്താം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞത് വഞ്ചനയല്ല. കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ അതനുസരിച്ച് ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. എന്നോട് പറഞ്ഞ വാഗ്ദത്തം കർത്താവ് മറന്നുപോയിട്ടുണ്ടാകും, എനിക്കതിന് കിട്ടത്തില്ലായിരിക്കും എന്നൊന്ന് ഓർത്ത് വേവലാതിപ്പെടേണ്ട. വായിൽ വഞ്ചനയില്ലാത്തവനെ വാഗ്ദത്തം ചെയ്തത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. ഒരു കാരണവശാലും അവൻ്റെ വായിൽ എന്തോ ഇല്ലെന്നാ പറഞ്ഞേ? വഞ്ചനയില്ലാത്തവൻ. ഹല്ലേലൂയ. കിടക്കെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ അവനെ കിടക്ക എടുക്കാൻ തുടങ്ങിയപ്പോൾ കുഴഞ്ഞ് താഴെ പോയോ? എന്നെ ആരോഗ്യത്തോടെ 38 ആണ്ട് കഴിഞ്ഞാന്ന് ഓർത്തോണം. 38 ആണ്ട് കഴിഞ്ഞിട്ട് അവൻ പലവട്ടം നോക്കിയിട്ടുണ്ട് കുളം കലങ്ങിയപ്പോൾ ചാടാൻ. പക്ഷെ അവൻ്റെ ശരീരം അവനെ സഹായിക്കുന്നില്ല. അങ്ങനെ 38 ആണ്ട് ഒറ്റക്കിടപ്പ് കിടന്നവൻ, വേറെ ആരുടെയെങ്കിലും സഹായമില്ലാതെ ചലിക്കാൻ കഴിയാത്തവനോട് കർത്താവ് വായിൽ വഞ്ചനയില്ലാത്തവനൊരു കാര്യം പറഞ്ഞു, കിടക്കെടുത്ത് നടക്കാൻ. വാക്ക് കേട്ട ഉടനെ അവൻ കിടക്ക ചുരുട്ടി എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. പിറ്റേ ദിവസം യേശു അവനെ ആലയത്തിൽ കണ്ടു. യേശു നിന്നോട് സൗഖ്യമായി എന്ന് പറഞ്ഞാൽ സൗഖ്യമായി, യേശു നിന്നോട് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹമായി. വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കാൻ കഴിയണം. അതിനകത്ത് പിന്നെ സംശയം വേണ്ട. വായിൽ വഞ്ചനയില്ലാത്ത. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിൻ്റെ മഹത്വം. രണ്ടാമത്തെ വാക്യം അതാണ് 1 പത്രോസ് 2:22 വാക്യം. മൂന്നാമതൊരു വാക്യം തരാം യേശുവിൻ്റെ പവിത്രതയ്ക്ക്. ഏതാണെന്നറിയാമോ? 2 കൊരിന്ത്യർ 5:21 വാക്യം. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, അവൻ പാപം അറിഞ്ഞിട്ടില്ല. സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ എല്ലാവരും. യേശു പാപം എന്ത് ചെയ്തിട്ടില്ല? പാപം അറിഞ്ഞിട്ടില്ല, പിന്നെ തല്ലുകൊണ്ട് എന്തിനാന്ന് പറ. പാപം അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നിലത്ത് വീണു പോയത് എന്തുകൊണ്ടാണ്? പാപം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ കുരിശെടുത്തത് എന്തിനാ?
പാപം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൈകാലുകൾ തുളയ്ക്കപ്പെട്ടത് എന്തിനാ? പാപം അറിഞ്ഞിട്ടില്ലെങ്കിൽ ക്രൂസേലിയ എന്ന കാട്ടുവള്ളിച്ചെടി വെട്ടിയെടുത്തുകൊണ്ട് വന്ന് 5 ഇഞ്ച് മുതൽ 6 ഇഞ്ച് വരെ നീളമുള്ള കട്ടകാരമുള്ളുള്ള ആ വള്ളിച്ചെടി കൊണ്ട് കിരീടമുണ്ടാക്കി തലയിൽ ആട്ടിച്ചുറപ്പിച്ചത് എന്തിനാ? തലയൊട്ടി കിഴിച്ചതിൻ്റെ മുള്ള അകത്തോട്ടിറങ്ങിയില്ലേ? ഒരു പാപിയെ ക്രൂരമായി മർദ്ദിക്കുന്നത് പോലെ എന്തിനാ അങ്ങനെ ചെയ്തവൻ? പാപം അറിഞ്ഞിട്ടില്ലെങ്കിൽ. ഒറ്റ ഉത്തരമേ ഉള്ളൂ. 5:21 പറയുന്നുണ്ട്, നാം ദൈവത്തിൻ്റെ മുമ്പിൽ നീതിയാകേണ്ടതിന് അവനെ പാപമാക്കിയതാണ്. പാപിയല്ല കർത്താവ്, പക്ഷെ എന്തോ ഇതു പാപമാക്കി. ആരുടെ പാപം? നമ്മുടെ പാപം. 5:21 മറന്നിട്ടൊരു ക്രിസ്ത്യ ജീവിതം നയിക്കല്ലേ. ഞാൻ ഈ പറഞ്ഞ 3 വാക്യങ്ങളും വളരെ ഗൗരവമാണ്. ഏതൊക്കെയാ? 1 യോഹന്നാൻ 3:5, 1 പത്രോസ് 2:22, പിന്നെ പൗലോസ് പറയുന്ന അനുഗ്രഹീത വാക്യം 2 കൊരിന്ത്യർ 5:21 വാക്യം. ഈ 3 വാക്യങ്ങളും യേശുവിൻ്റെ പ്രാപ്തിയെ വെളിപ്പെടുത്തുകയാണ്. ഈ പ്രാപ്തിയുള്ളവൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കേണ്ടത്. കൺവെൻഷന് സ്വത്രാഴ്ചയിട്ട് എൻ്റെ കണക്കൊന്നും പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടത്തില്ല. മനസ്സിലായോ? ആരാണ്ട് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞാലും സ്കൂൾ തുറക്കാൻ നേരത്തെ ഞാൻ 10 സ്കൂബിയുടെ ബാഗ് വാങ്ങിച്ചു കൊടുത്തെന്നൊന്നും പറഞ്ഞാൽ അവിടെ രക്ഷപ്പെടത്തില്ല. പാപമില്ലാത്തവൻ്റെ മുമ്പിൽ പാപമില്ലാതെ നിൽക്കണം. പാപം ചെയ്യാത്തവൻ്റെ മുമ്പിൽ പാപം ചെയ്യാതെ നിൽക്കണം. പാപം അറിയാത്തവൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ നീതിയായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം. നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടവൻ്റെ മാന്യത നിലനിർത്തി ക്രിസ്തു ജീവിതം നയിപ്പാൻ നമുക്ക് കഴിയണം. എങ്കിലേ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റൂ. സ്തോത്രം. ഈ ഉപദേശ വിഷയങ്ങൾ ബോധ്യമായവർക്കായി സ്തോത്രം ചെയ്യുക. നമ്മുടെ കൂട്ടങ്ങളിലൊക്കെ മുഴ മാറാനും വീക്കന്താക്കം, മുട്ടൽ ചതവ്, പൊള്ളൽ, പനി ആദിയായ രോഗങ്ങൾക്ക് സൗഖ്യമാകാൻ വേണ്ടി മാത്രമുള്ള വിഷയ അവതരണം നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആവേശമാണ്. മനസ്സിലായില്ലേ? പക്ഷേ യേശു ആരാണെന്ന് അറിയാൻ വയ്യാതെ മുഴ മാറിയിട്ട് വല്ല കഥയുണ്ടോ? അച്ഛാ, ഞാനൊരു കാര്യം തുറന്നു പറയാം. ഈ ശരീരത്തിൽ എല്ലാ മുഴയും മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മുഴയോടുകൂടെ അങ്ങ് മരിച്ചോ കുഴപ്പമില്ല. ക്യാൻസറോടുകൂടെ മരിക്കട്ടെ, ട്യൂമറോടുകൂടെ മരിക്കട്ടെ, വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താണെന്നറിയാമോ? പുനരുദ്ധാനം പ്രാപിച്ച് വരുന്ന ശരീരത്തിൽ മുഴയില്ല. പുനരുദ്ധാനം പ്രാപിച്ച് വരുന്ന ശരീരത്തിന് ക്യാൻസർ ഇല്ല. ക്യാൻസറോടുകൂടെ അല്ല നമ്മൾ ഉയർന്നു വരാൻ പോകുന്നേ. മനസ്സിലാകുന്നുണ്ടോ? ഈ ജഡത്തിലിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം. നമ്മൾ കർത്താവ് ഇരിക്കും പോലെയാകും. കർത്താവ് ഇരിക്കും പോലെ അവിടെ ഈ രോഗബന്ധനങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല. പുനരുദ്ധാനം പ്രാപിച്ച ശരി നമ്മുടെ പ്രത്യാശ അതാണ്. ആ പ്രത്യാശയുള്ളവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അതുകൊണ്ട് ആത്മീയ കൂട്ടുമെന്ന് പറയുന്ന രോഗസൗഖ്യമല്ല പ്രധാനം, പാപത്തിൽ നിന്നുള്ള സൗഖ്യമാണ്. പാപത്തിൽ നിന്നുള്ള വിടുതലാണ്, പാപരോഗങ്ങൾക്കുള്ള വിടുതലാണ്. ബാക്കിയൊക്കെ കർത്താവിൻ്റെ ഗീതം പോലെ നടക്കട്ടെ. കർത്താവ് എന്നെ വിടുവിച്ചാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന കൂടെ നടന്നത്. ചിലർ പ്രാർത്ഥിക്കുന്നു, നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ അച്ചായനെ അങ്ങ് എഴുന്നേൽപ്പിക്കുകയാണ്, ഞങ്ങളെല്ലാം കൂടെ നിങ്ങളുടെ പള്ളിപ്പരയിലോട്ട് വരാമെന്ന്. പൊന്നുടയവരെ അങ്ങനെ വരണ്ട, വീട്ടിൽ ഇരുന്നോ മതി. കർത്താവ് സൗഖ്യമാക്കിയത് കൊണ്ട് വന്നവർ പിന്നെ അടുത്ത ഒരു സൗഖ്യം കിട്ടിയില്ല, തിരിച്ചിറങ്ങി പൊക്കളയും. പക്ഷേ കർത്താവിനെ അറിഞ്ഞിട്ട് വരണം. കർത്താവ് ആരാ? പാപിയല്ല. കർത്താവ് ആരാ? പാപം ചെയ്യാത്തവനാ. കർത്താവ് ആരാ? പാപം അറിയാത്തവനാ. എനിക്ക് ആ കർത്താവിനെ വേണം. കർത്താവ് എന്നെ സൗഖ്യമാക്കിയില്ല, അതെനിക്ക് വിഷയമല്ല. എൻ്റെ ജഡം എത്ര വർഷമുണ്ട്? 80, 85, 90, 95, 100, 110 വർഷമല്ലേ ഉള്ളൂ. ഞാൻ കർത്താവിനോടുകൂടെ വാഴാൻ പോകുന്ന നിത്യതയാണ്. ആ നിത്യതയെക്കുറിച്ചുള്ള ദർശനം പ്രാപിച്ചവന് പനിയും തലവേദനയൊന്നും അല്ല വിഷയം. നിത്യത പ്രാപിക്കണമെന്നുള്ളത്. ആ ദർശനമുള്ളവരെ കരം അടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച്, നിത്യതയുടെ ദർശനം, നിത്യതയുടെ ദർശനം അത് പ്രാപിക്കണം. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കുന്നുണ്ടല്ലോ, എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. സ്തോത്രം. ഈ പ്രോസ്പെരിറ്റിയുടെ തിയോളജിയും രോഗസൗഖ്യത്തിൻ്റെ തിയോളജിയൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവേശം, അത് കേൾക്കുമ്പോഴേ ജനത്തിന് ആവേശം. യേശുവിനെ കേട്ടിട്ട് സ്തോത്രം പറയുന്ന നിങ്ങളുടെ ആത്മീയ നിലവാരം എനിക്ക് മനസ്സിലായി. സ്തോത്രം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ മഹത്വം 3 ഞാൻ പറഞ്ഞേ, 4ാമത് ഒരെണ്ണം കൂടെ പറയാം. യൂദ പറയുന്ന, എഴുതിയതല്ല, യൂദ പറഞ്ഞ ഒരു ഒറ്റ വരി സുവിശേഷമുണ്ട്. ഒറ്റ വരി സുവിശേഷം. ഒറ്റ വരി എന്നൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാരണം, മത്തായി എഴുതിയ പുസ്തകത്തിന് 28 അധ്യായമുണ്ട്. മർക്കോസ് എഴുതിയതിന് 16 അധ്യായമുണ്ട്. ലൂക്കോസ് എഴുതിയതിനോ കിടക്കുന്നു. ലൂക്കോസ് എഴുതിയ പുസ്തകത്തിന് എത്ര അധ്യായമുണ്ട്? 24 അധ്യായമുണ്ട്. യോഹന്നാൻ എഴുതിയതിനോ അതാ പിന്നെയും പോയി, 21 അധ്യായം. ഇതൊന്നും അറിയാതാണോ ഇരിക്കുന്നത്? കൊള്ളാം. പുസ്തകം ചുമക്കാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. മത്തായിക്കും മർക്കോസിനും ലൂക്കോസിനും യോഹന്നാനും കൂടെ എത്ര അധ്യായം ഉണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ ഇത് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കാൻ പ്രാർത്ഥിച്ചോണ്ടേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പം ഇവരെല്ലാം എഴുതിയ പുസ്തകങ്ങൾക്ക് ഇത്രയും അധ്യായങ്ങളുടെ ദൈർഘ്യമുള്ളപ്പം യൂദ പറഞ്ഞൊരു സുവിശേഷത്തിന് ഒറ്റ വരിയേ ഉള്ളൂ. ആ ഒറ്റ വരി സുവിശേഷം ഏതാണെന്നറിയാവോ?
മത്തായി 27:4. മത്തായി 27:4 യൂദ പറഞ്ഞ ഒറ്റവരി സുവിശേഷമാ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. യേശു ആരാന്നാ പറഞ്ഞേ? കുറ്റമില്ലാത്ത രക്തത്തിനുടമയാണ്. കുറ്റമില്ലാത്ത രക്തം, അതിനകത്തുണ്ട് സുവിശേഷം മൊത്തവും. യേശു കുറ്റമില്ലാത്ത രക്തമുള്ളവനായ യേശു. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, പാപത്തിൻ്റെ മോചനത്തിന് എന്തോ വേണം? രക്തം. ആ രക്തത്തിൽ എന്തോ ഇല്ല? കുറ്റമില്ല. പക്ഷെ നമ്മുടെ കുറ്റം ഏറ്റപ്പോഴാണ് പാപത്തിൻ്റെ പരിഹാരത്തിന് രക്തം അവിടെ ആവശ്യമായി വന്നത്. അപ്പോൾ യൂദ പറയുക, ഞാൻ കാണിച്ചു കൊടുത്ത ആരെയാണ്? എന്ന് പറഞ്ഞാൽ നിർദോഷിയായ യേശുവിനെ, നിഷ്കളങ്കനായ യേശുവിനെ, പാപരഹിതനായ യേശുവിനെ, നിഷ്പാപിയായ യേശുവിനെ ഞാൻ കാണിച്ചു. എന്നാ സുവിശേഷമാത്, എന്ന വാചകമാണ്. യൂദായോട് എനിക്ക് പ്രത്യേക പ്രണയമൊന്നുമില്ല, പക്ഷേ ആ വാചകത്തെ ഞാൻ പ്രണയിക്കുന്നു. ഒരു സുവിശേഷ പ്രസംഗൻ എന്ന നിലയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മത്തായി 27:4 കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഞാൻ കാണിച്ചു കൊടുത്തത്. സ്വത്രം. അടുത്ത യേശുവിൻ്റെ മഹത്വം വേറൊരു വാക്യം കൂടെ തരാം. അപ്പോൾ എത്രാമത്തെ ആയി? 3, 1, 4, 1 5-ാമത്തേതായി. മത്തായി 27:19 നോക്കി. മത്തായി 27:19 പീലാത്തോസിൻ്റെ ഭാര്യയുടെ ഒരു ഒറ്റവരി സുവിശേഷം. പീലാത്തോസിൻ്റെ ഭാര്യ പറയുകയാണ്, അനീതിമാന്റെ രക്തത്തിൽ നീ എന്തോ ചെയ്യരുത്. ഭർത്താവായ പീലാത്തോസിന് ബോധമില്ല, ഭാര്യയ്ക്ക് എന്തോ ഉണ്ട്. അതാ നല്ല ദാമ്പത്യ ജീവിതം. ഒന്നി ഭാര്യയ്ക്ക് ബോധം വേണം, അല്ലെ ഭർത്താവിന് എന്തോ വേണം? ബോധം വേണം. രണ്ടുപേരും കൂടെ ബോധമില്ലാതായാൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി. പുള്ളി നാടുവാഴിയാന്നൊക്കെ അറിയാം, റോമൻ പ്രൊക്കുറേറ്ററാണ്, അദ്ദേഹത്തിൻ്റെ പ്രൊട്ടോറിയത്തിലാണ് നിൽക്കുക. അവൾ നേരിട്ട് ചെന്നങ്ങോട്ട് കയറാൻ പ്രോട്ടോകോൾ അനുസരിച്ച് അങ്ങനെ പറ്റത്തില്ല. ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും അദ്ദേഹം ചേംബറിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കയറാൻ പറ്റത്തില്ല. അതിനാണ് പ്രൈവറ്റ് സെക്രട്ടറിയെ ആരെയോ വിളിച്ചിട്ട് പറയുന്നു, ചെന്നു പറ പുള്ളിയോട്, ആ പ്രതിക്കുട്ടി കയറ്റി നിർത്തിയിരിക്കുന്നവൻ കുറ്റവാളിയല്ല, നീതിമാനാണ്. സ്വതന്ത്രം. വേദോസം പഠിക്കുമ്പോൾ നമുക്ക് രസകരമായ ദാമ്പത്യ ജീവിതമുണ്ട്. ബോധമുള്ള ഭർത്താവും ബോധമില്ലാത്ത ഭാര്യയും. വേറെണ്ണം പഠിക്കുമ്പോൾ ബോധമുള്ള ഭാര്യ, ബോധമില്ലാത്ത ഭർത്താവ്. അപ്പോൾ ഉത്തമമായ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒന്നീ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് എന്തോ വേണം? ബോധം വേണം. ഒരാൾക്ക് ബോധമില്ലെങ്കിൽ അടുത്ത ആളിന് എന്തോ വേണം? രണ്ടുപേർക്കും ഒരേപോലെ ബോധമാണെങ്കിൽ ബോധം കൂടെ കൂട്ടിയിടിച്ച് ആകെപ്പാടെ കുഴപ്പമാവും. രണ്ടുപേർക്കും ബോധമില്ലായ്മയാണെങ്കിൽ അതും പ്രശ്നമാവും. അവൻ ഉത്തമമായ ദാമ്പത്യത്തിൽ ഒരാൾക്ക് എന്തോ വേണം? ബോധം വേണം. ഒരാൾക്ക് അല്പം ബോധം. ഇപ്പം നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് എന്തോന്ന് എനിക്കറിയാം, എനിക്കാണോ ബോധം പുള്ളിക്കാരനാണോ എന്നാണ്. അത് വീട്ടിൽ ചെന്ന് നിങ്ങൾ തിരിച്ചെത്തിയാൽ മതി. ഇവിടെ ഒരു പ്രശ്നമാകണ്ട. അങ്ങോട്ട് പോകുമ്പോഴും സമാധാനമായിട്ട് പോകണേ. ഓക്കെ. അല്ലെങ്കിൽ ചില അങ്ങോട്ട് പോകുന്ന തന്നെ, ദൈവദാസൻ പറഞ്ഞ ദൂത് കേട്ടായിരുന്നോ? എന്തോ ഒത്തിരി ദൂത് പറഞ്ഞല്ലോ, എന്തോ പ്രത്യേകിച്ച്? അല്ല, എനിക്ക് ആ ബോധം എന്നുള്ള കാര്യം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓക്കെ. കുടുംബകലം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ സംഭവം നിങ്ങൾ അറിയണം. ഒന്നുകിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തോ വേണം. ആ തെളിവാണ്, ഇയ്യോബിന് ബോധമുണ്ട്, ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് എന്തോ ഇല്ല. അതുകൊണ്ട് അയ്യോ പറയാം, നീ ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ. സ്തോത്രം. അബീഗയിലിനെ നോക്കിക്കേ. അബീഗയിൽ നാബാൽ, ദാമ്പത്യം. നാബാലിന് ബോധമില്ല, അബീഗയിലിന് എന്തോ ഉണ്ട്. അപ്പം ഇയ്യോബിന് ബോധമുണ്ട്, ഇയ്യോബിൻ്റെ ഭാര്യയ്ക്ക് ബോധമില്ല. ഇവിടെ വേറൊരു ഭർത്താവ് ബോധമില്ലാത്തവൻ. അബീഗയിൽ പറയാണ്, എൻ്റെ ഭർത്താവിൻ്റെ പേര് നാബാൽ എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഭോഷൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പോൾ പുള്ളി ഭോഷനാണ്, പുള്ളിക്കാരിക്ക് ബോധമുണ്ട്. മനസ്സിലായില്ലേ? രണ്ടുപേർക്കും കൂടെ ബോധം ഇല്ലാത്ത ദാമ്പത്യമുണ്ട് വേദോത്സവത്തിൽ. അനന്യാസും സഫീറയും രണ്ടുപേരും മൂട്ടിച്ചു. ആരും എന്തോ ഇതില്ല, തിരുത്തിയില്ല. രണ്ടും കൂടെ വീണ് ചത്തു. മനസ്സിലായി? അതാ ഞാൻ പറഞ്ഞ, ബോധമില്ലായ്മയും കൂടെ കൂടിയാലും എന്തോ പറ്റും? പ്രശ്നമാകും. അതൊരു വലിയ ദുരിതമായി. ഇവിടെ പീലാത്തോസിന് ബോധമില്ല, പീലാത്തോസിൻ്റെ ഭാര്യയ്ക്ക് ബോധമുണ്ട്. അവൾ പറയുകയാണ്, ആ നിൽക്കുന്നത് ആരാന്നറിയാമോ? അവൻ നീതിമാനാണ്. യേശുവിൻ്റെ പാപരഹിതമായ അവസ്ഥ ഇതാണ്. യേശുവിൻ്റെ ഏറ്റവും വലിയ ആത്മീക സ്വഭാവ ഔന്നത്യം. ആ യേശുവിൻ്റെ മുമ്പിലാണ് നാം നിൽക്കാൻ പോവുക. 27-ാം അധ്യായം 19-ാം വാക്യം നമ്മൾ കണ്ടതല്ലേ? 27-ന് 54-ാം വാക്യം നോക്കിക്കേ. ശതാധിപൻ പറയുന്ന യേശുവിനെ കുറിച്ചുള്ളൊരു സാക്ഷ്യമുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു. സാക്ഷാൽ ആരായിരുന്നു? യോഹന്നാൻ 19-4-ാം വാക്യം നോക്കിക്കേ. പീലാത്തോസ് പറയുന്നൊരു സാക്ഷ്യമാണ്, ഞാൻ ഇവനിലൊരു കുറ്റവും കാണുന്നില്ല. കണ്ടോ? ലൂക്കോസ് 23-42-ാം വാക്യം നോക്കുക. 23-42 കൂടെ ക്രൂശിച്ച കള്ളൻ പറയുകയാണ്, ഇവൻ രാജാവായി മടങ്ങി വരേണ്ടവനാ. മടങ്ങി വരുമ്പോൾ എന്നെ കൂടെ എന്ത് ചെയ്യണേ? കുറ്റവാളിയല്ല യേശു രാജാവാണെന്നാണ് ആ കള്ളം പറയുക. ഈ വാക്യങ്ങളുടെ എല്ലാം കൂടെ അടിയിൽ ചേർക്കാൻ ഒരു വാക്യം ഞാൻ തരട്ടെ. അത് യോഹന്നാൻ 8:46 യേശുവിൻ്റെ ഔന്നത്യം വെളിപ്പെടുത്തുന്ന ഗംഭീരമായൊരു വാക്യം. യോഹന്നാൻ 8:46. നാട്ടുകാർ കേട്ടോണേ. ഞങ്ങൾ പാടുന്ന, പ്രസംഗിക്കുന്ന, ആശ്രയിക്കുന്ന, അനുസരിക്കുന്ന, ആരാധിക്കുന്ന യേശു ആരാന്നുള്ളതാ. അത് ചിന്തിക്കണം.
യേശു മാനവകുലത്തോട് ചോദിച്ചൊരു ചോദ്യത്തിന് ഇന്നും മറുപടി പറയാൻ തൻ്റെ ഇടമുള്ള നെഞ്ചുറപ്പുള്ള ഒരുത്തനും രംഗത്ത് വന്നിട്ടില്ല. ഒരു സാഹിത്യകാരനും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രംഗത്ത് വന്നിട്ടില്ല. യേശുവിൻ്റെ ചോദ്യം 8:46, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്താം. ആ ചോദ്യം ചോദിച്ചിട്ട് കാലം ഒത്തിരിയായി. ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുമ്പ് ചോദിച്ച ആ ചോദ്യത്തിന് തൻ്റെ ഇടമായി മറുപടി പറയാൻ ആർക്കും പറ്റിയിട്ടില്ല. ആ യേശുവിനെയാണ് ഞങ്ങൾ അറിയുന്നത്. ശ്രദ്ധിക്കണം പദപ്രയോഗങ്ങൾ. ആ യേശുവിനെ ഞങ്ങൾ അറിയുന്നു, ആ യേശുവിനെ ഞങ്ങൾ ആശ്രയിക്കുന്നു, ആ യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു, ആ യേശുവിനെ ഞങ്ങൾ അനുഗമിക്കുന്നു, ആ യേശുവിനെ ഞങ്ങൾ അനുകരിക്കുന്നു. ആ യേശുവിനോട് കൂടെയല്ല ഞങ്ങൾ, ആ യേശുവിൽ ആണ് ഞങ്ങൾ. നോട്ട് വിത്ത് ജീസസ് ബട്ട് ഇൻ ജീസസ്. ആ ബോധ്യമുള്ള എത്ര പേരുണ്ട് ദൈവമക്കൾ? ഹല്ലേലൂയ. അപ്പം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് യേശുവിൻ്റെ മഹത്വമാണ്. ആ യേശുവിൻ്റെ മുമ്പിൽ നിൽക്കാൻ നമുക്കെന്തോ വേണം? പ്രാപ്തരാകണം. അതിന് നമ്മൾ സദാ എന്തോ ചെയ്യണം? 2 കാര്യം ചെയ്യണമെന്ന കുറിവാക്യത്തിൽ എന്തോ ചെയ്യണമെന്നാ? ഉണർന്നും പിന്നെ പ്രാർത്ഥിച്ചുമിരിക്കണം. ഉണർവ്. എന്ത് പണി ഉണർവെന്ന് പറയുന്നത്? പൊതുവേ മലയാളികൾ ഉണർവ് എന്ന് പറയുന്നത് 2 കാര്യങ്ങൾ ഒരുമിച്ച് സമന്വയിക്കുമ്പോഴാണ്. ആ 2 കാര്യങ്ങൾ, 1 ബഹളാത്മകത, 2 താളാത്മകത. 2 കേട്ടിട്ടുണ്ട്? ബഹളാത്മകത എന്ന് പറഞ്ഞാൽ കൊട്ടും കുരവും ബഹളവും ഒച്ചപ്പാടും എല്ലാം കൂടെ ആയാൽ ഭയങ്കര ഉണർവായിരുന്നെന്ന ബഹളാത്മകത. രണ്ടാമത്തെ എന്തുവാ? താളം. എല്ലാ വാദ്യോപകരണങ്ങളും ഉണ്ട്. അത് വെച്ച് അലക്കാൻ പറ്റുന്ന കുറേ കലാകാരന്മാരും ഉണ്ടെങ്കിൽ നമ്മുടെ യോഗം എന്തുവായി? ഉണർവായി. ബഹളാത്മകത ഒച്ചപ്പാടോടെ സ്വോത്രം പറയാൻ ഭയങ്കര കരുത്താണ്, സ്വോത്രം പറയിപ്പിക്കാൻ ഭയങ്കര കരുത്താണ്. അപ്പോൾ ബഹളാത്മകതയും താളാത്മകതയും കൂടി ഒരുമിച്ച് ചേർന്നാൽ എന്തുവാണെന്നാണ് നമ്മൾ പറയുന്നത്? ഉണർവാണെന്നാ. അതാണോ യഥാർത്ഥത്തിൽ ഉണർവ്? പാടുന്ന പാട്ട് കൂടെ പാടാൻ ഒരാൾ പോലും ഇല്ലെങ്കിൽ ഉണരണം. കീബോർഡ് നൃത്തം പാട് തമ്പേർ പോലും ഇല്ല, കൈത്താളം അടിക്കാൻ പോലും പറ്റത്തില്ലെങ്കിൽ പോലും എന്തോ വേണം? ഉണരണം. ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് മടങ്ങി വരിക ഒരു ആൻറ്റി, മുഖമൊക്കെ വാടി ഒരുമാതിരി വല്ലാത്ത പരുവത്തിൽ. അപ്പോൾ വേറൊരു സഭയിൽ ആരാധന കഴിഞ്ഞ് വരുന്ന വേറൊരു ആൻറ്റി 2 പേരും കൂടെ റോഡിൽ വെച്ച് കണ്ടു. മിക്കവാറും അവിടെ വെച്ച് അവർ കാണുന്നത്, അവർ സന്ധിക്കുന്ന സ്പോട്ടാണ് അവിടെ. അപ്പോൾ ചോദിച്ചു, അയ്യോ എന്താ പറ്റി? മുഖത്ത് വല്ലാത്തൊരു വാട്ടമാണല്ലോ, എന്നാ പറ്റി? എന്നാ പറയാൻ, ഇന്നത്തെ ആരാധനയ്ക്ക് ഒരു ഉണർവും ഇല്ലായിരുന്നു, അതിൻ്റെ വിഷമമാണ്. മറ്റേ ആൻറ്റി ചോദിച്ചു, നിങ്ങളുടെ പാസ്റ്റർ മിടുക്കനാണല്ലോ, പിന്നെ എന്നാ ഉണർവില്ലാതെ? അയ്യോ പാസ്റ്ററുടെ കുഴപ്പം കൊണ്ടല്ലെന്നേ, ആ കീബോർഡ് വായിച്ച ബ്രദർ ഇന്ന് വന്നില്ലെന്ന്. കീബോർഡ് വായിച്ച ബ്രദർ ഒരു കാര്യമൊക്കെ ഏറ്റതല്ലേ, പോകാതിരിക്കാവൂ. അപ്പോൾ പുള്ളി ചെല്ലാഞ്ഞതുകൊണ്ട് എന്തോ പറ്റിയെന്നാ? ഉണർവില്ലായിരുന്നു. അപ്പോൾ ചിലർക്ക് ഉണർവ് വരണമെങ്കിൽ എന്തോ വേണം? കീബോർഡ് ബ്രദർ വന്നെങ്കിലേ പറ്റുള്ളൂ. പോട്ടെ ആൻറ്റി, സാരമില്ല, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോയതായിരിക്കും. അടുത്ത ആഴ്ച കർത്താവ് ക്രമീകരിച്ചു. അങ്ങനെ 2 പേരും പിരിഞ്ഞു. പിറ്റേ ആഴ്ച അതേ സമയത്ത് അതേ സ്ഥലത്ത് വെച്ച് തന്നെ കണ്ടപ്പോൾ ഈ ആൻറ്റിയുടെ മുഖം വല്ലാതിരിക്കുക. അപ്പോൾ മറ്റേ ആൻറ്റിക്ക് അവർക്ക് ദേഷ്യം വന്നു. അവർ ചോദിച്ചു, ആ പയ്യൻ ഈ ആഴ്ച വന്നില്ലയോ ആൻറ്റി? അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ കഴിഞ്ഞ ആഴ്ച വരാഞ്ഞുകൊണ്ട് അവൻ ഈ ആഴ്ച നേരത്തെ വന്നു. പിന്നെന്നാ പറ്റി? കറണ്ടില്ലായിരുന്നു. അപ്പോൾ കീബോർഡ് വായിക്കുന്ന ബ്രദർ വന്നാലും പോരാ, പിന്നെന്തോ വേണം? ഇതൊക്കെയാണ് ഉണർവിൻ്റെ ഘടകങ്ങൾ. പക്ഷേ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ഉണരണമെന്ന് പറയുന്നത് താളാത്മകതയല്ല, ബഹളാത്മകതയല്ല. പിന്നെ എന്താണെന്ന് ഞാൻ പറയാം. ഉണർന്നിരിക്കണമെന്ന് യേശു അർത്ഥമാക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കണം, അക്കമിട്ട് പഠിക്കണം. 1 ദൈവപ്രസാദ ജീവിതം. അതാണ് ഉണർവുള്ളവൻ്റെ ലക്ഷണം. അതാ ദൈവം എന്തോ ചെയ്യുന്നു? പ്രസാദിക്കുന്നൊരു ജീവിതം നയിക്കണം. എൻ്റെ രാത്രികളെയും എൻ്റെ പകലുകളെയും ആര് പ്രസാദിക്കുന്നു? ദൈവം പ്രസാദിക്കുന്നു. ഞാൻ കൊടുത്തത്, ഞാൻ വാങ്ങിയത്, ഞാൻ കഴിച്ചത്, ഞാൻ കുടിച്ചത്, ഞാൻ ഉടുത്തത്, ഇതിലൊക്കെ ദൈവത്തിന് എന്തോ ഉണ്ട്? പ്രസാദം. എത്ര പേർക്ക് ഉറപ്പുണ്ടാ കാര്യം? ആ ഉറപ്പുണ്ടെങ്കിൽ ഉണർവ് നിങ്ങളിൽ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ആരെയും വ്യസനിപ്പിച്ചിട്ടില്ല, എൻ്റെ നനഞ്ഞ നാവ് കൊണ്ട് ഞാൻ ആരുടെയും കണ്ണ് നനയിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതുകൊണ്ട് ആരും വേദനിച്ചിട്ടില്ല, ഞാൻ ആരെയും വെറുപ്പിച്ചിട്ടില്ല, ഞാൻ ചേർത്ത് നിർത്തിയിട്ടുള്ളതേ ഉള്ളൂ, ഞാൻ ആരെയും വിഘടിപ്പിച്ചിട്ടില്ല, ഞാൻ സംഘടിപ്പിച്ചിട്ടുള്ളതേ ഉള്ളൂ. അതാണ് ദൈവം പ്രസാദിക്കുന്നത്. മനസ്സിലായില്ലേ? വളരെ ഗൗരവമായി പഠിച്ചോണം. ദൈവം പ്രസാദിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മുടെ ജീവിതത്തിൽ? ഈ ദൈവപ്രസാദം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അതാ വലിയ ഗുരുതരമായൊരു അപകടം. ദൈവപ്രസാദം നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യത്തില്ല. ദൈവത്തിന് എന്നോട് പ്രസാദമാണോ നീരസമാണോ എന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാകത്തില്ല. നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ മൂഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. രാവിലെ കട്ടൻ കാപ്പിയും കൊണ്ട് വരുന്ന ഭാര്യയോട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു നോക്കി, ആ ചോദ്യത്തിന് മറുപടി പുള്ളിക്കാരി പറയുന്ന ടോണ് കേൾക്കുമ്പോൾ അറിയാം പുള്ളിക്കാരിക്ക് നമ്മളോട്
നീരസമാണോ അല്ലയോ എന്നുള്ള കാര്യം. കാപ്പി ആവി പറക്കുന്ന കാപ്പി നമ്മളിങ്ങോട്ട് വാങ്ങിച്ചു. ഇതിലെന്തോ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. പുള്ളിക്കാരി പിന്നെ ഞാനത് അന്വേഷിക്കാനില്ല, നേരം നിങ്ങൾ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞു പോയാൽ നമുക്ക് അന്നേരം മനസ്സിലായി പുള്ളി ഇന്ന് അത്ര നല്ല മൂഡിൽ അല്ല. ഇനി കാപ്പി നിങ്ങളങ്ങോട്ട് കൊടുത്തിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചേട്ടനോട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചേ, നിനക്കിപ്പോൾ ഇത് അറിഞ്ഞിട്ട് എന്താ കാര്യം എന്നെങ്ങാനും പുള്ളിക്കാരൻ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പുള്ളി ഇന്ന് അത്ര നല്ല മൂഡിലല്ല. കുഞ്ഞുങ്ങൾക്കും അത് മനസ്സിലാവും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മമ്മീൻ്റെ അടുത്തോട്ട് ചെന്ന് മമ്മി എൻ്റെ മാത്സിൻ്റെ ബുക്ക് കണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം തവി കൊണ്ട് തിരിഞ്ഞൊരു നിപ്പ് നിന്നാൽ മനസ്സിലാക്കിക്കോണം മമ്മി ഇന്നത്ര നല്ല മൂഡിൽ അല്ല. ഇതാ അപ്പം നമ്മുടെ കൂടെയുള്ളവരുടെ മൂഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഈ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തോത്രവും സ്തുതിയും ഒക്കെ ചെയ്യുന്ന ദൈവത്തിന് നമ്മളോட മൂഡ് എങ്ങനെ മനസ്സിലാകുന്നു? മനസ്സിലാകത്തില്ല, പെട്ടെന്ന് മനസ്സിലാകത്തില്ല എന്നുള്ളതിന് ഞാൻ തെളിവ് തരാം, വേദത്തെളിവ് തരാം. 95-ാം സംഗീതത്തിന് 10-ാം വാക്യം വായിക്കാൻ 40 ആണ്ടെനിക്ക തലമുറയുടെ എന്തോ ആയിരുന്നു. എത്ര വർഷം? 40 ദിവസമല്ല, 40 മാസമല്ല, 40 ആഴ്ചയല്ല, 40 വർഷം. 95-ന്റെ 10-ാം വാക്യം അത്. പക്ഷേ അടുത്ത് പറയുന്നത് കേട്ടോണം, ഈ 40 വർഷം ഒറ്റ ദിവസം പോലും ദൈവം മന്ന മുടക്കിയില്ല. ഒറ്റ ദിവസം പോലും ദൈവം വെള്ളം കൊടുക്കാതിരുന്നില്ല. ഒറ്റ ദിവസം പോലും ദൈവം അവരെ വെയിൽ കൊള്ളിച്ചില്ല. ഒറ്റ ദിവസം പോലും രാത്രി കറണ്ട് കട്ടില്ലായിരുന്നു. മനസ്സിലായോ? നമ്മുടെ കറണ്ടിനെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് യോഗം നടത്താൻ പറ്റുമോ? ജനറേറ്ററും സിസ്റ്റവും ഒക്കെ സംവിധാനം ചെയ്യാതെ. കറണ്ട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോഴാണ് ഒരു കാറ്റ് വന്ന് വിളിക്കുക, വരുന്നോ എൻ്റെ കൂടെ, അന്നേരം ഇറങ്ങി പൊക്കളെ. പിന്നെ എപ്പോഴാണ് തിരിച്ച് പുള്ളി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാറ്റിൻ്റെ കൂടി ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ ഇവിടെ എല്ലാം പോയി തിരിച്ച് കയറി വന്ന് സെറ്റായി കഴിയുമ്പം ഒരു മഴ വന്നിട്ട് വിളിക്കുക, കറണ്ടേ വരുന്നോ എൻ്റെ കൂടെ. മഴ വന്ന് വിളിച്ച് അന്നേരം ഇറങ്ങിപ്പോയി. പിന്നെ മഴ തോർന്നു കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോഴാണ് വരുന്നത്. ഇതിനിടയ്ക്ക് 150 കോൾ അവിടെ ചെല്ലും, സാറേ ഇവിടെ കറണ്ടില്ല, എന്താ അവരെന്തോ പറയും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ. പക്ഷെ 40 കൊല്ലം കറണ്ട് കെട്ടില്ലാതെ ദൈവം അവരെ നടത്തി. വിശന്ന് അവരെ കുഴഞ്ഞു പോയില്ല, രോഗികളില്ല, അവരിലൊരു ബലഹീനനും ഉണ്ടായിരുന്നില്ല. ആരെയും ഇങ്ങനെ നടത്തി? ഇസ്രായേൽ എന്നുള്ളത് വിട്, നീരസമുള്ള ജനത്തെ. അപ്പം നീരസമുള്ളവർക്കും കൊടുക്കാനുള്ളതെല്ലാം ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കഴിക്കാനും കുടിക്കാനും എല്ലാം ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ നീരസം മനസ്സിലാകത്തില്ല. നമുക്കും അത് തന്നെയാണ് സംഭവം. നമുക്ക് കിട്ടാനുള്ളതെല്ലാം എന്തോ ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ഓക്സിജനുണ്ട്, നമുക്ക് കഴിക്കാൻ ആഹാരമുണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, ആസ്തിക്യമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് കയറി സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട്, നമുക്ക് ഹായ് പറയാൻ ഇഷ്ടം പോലെ ബന്ധങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കും ദൈവത്തിന് നമ്മളോടങ്ങ് ഭയങ്കര സന്തോഷമാണെന്ന്. പക്ഷെ 1 കൊരിന്ത്യർ 10:5 വിവരമറിയുന്നത് അവരിൽ മിക്കവരിലും ദൈവം എന്ത് ചെയ്തില്ല. അപ്പം ദൈവപ്രസാദം യോഗ്യമായ ജീവിതമാണ് ഉണർവിൻ്റെ ജീവിതം. ദൈവം പ്രസാദിക്കാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടത്തില്ലെന്ന് നിഷ്ഠ ഉണ്ടെങ്കിൽ ഉറപ്പ് പറയാം, താങ്കൾ ഉണർവിലാണ്. അടുത്തത് ക്രിസ്തു കേന്ദ്രീകൃത ജീവിതമാണ്. ഉണർവിൻ്റെ ജീവിതം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. എന്താണെന്നറിയാമോ? ക്രിസ്തു കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുകയല്ല, ക്രിസ്തുവിൽ ജീവിക്കുകയാണ്. ഒരു മത്സ്യം വെള്ളത്തിൽ ആയിരിക്കുന്നത് പോലെ, ഒരു സസ്യത്തിൻ്റെ വേര് മണ്ണിൽ ആയിരിക്കുന്നത് പോലെ, ഒരു ഗർഭസ്ഥ ശിശു അമ്മയുടെ ഗർഭപാത്രത്തിൽ ആയിരിക്കുന്നത് പോലെ രക്ഷിക്കപ്പെട്ട ഒരു വിശ്വാസി ക്രിസ്തുവിലാകണം. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ ഉദാഹരണം? 3. വേരാണെങ്കിൽ എവിടെ പോകണം? മണ്ണിൽ. മത്സ്യമാണെങ്കിൽ എവിടെ വേണം? വെള്ളത്തിൽ. നോട്ട് വിത്ത് വാട്ടർ ബട്ട് ഇൻ ദ വാട്ടർ. കണ്ടില്ലേ? ഗർഭസ്ഥ ശിശു എവിടെ കിടക്കണം? അമ്മയുടെ ഗർഭപാത്രം. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന ആ കാലം നമുക്ക് ഓർമ്മയില്ലെന്നുള്ളതേ ഉള്ളൂ. എന്നാ സുഖമുള്ള കാലമായിരുന്നറിയാമോ? കരഞ്ഞില്ല, ടെൻഷനില്ലായിരുന്നു, യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു ടെൻഷനും ഇല്ല, കരഞ്ഞതേ ഇല്ല നമ്മളവിടെ. എന്ന സുഖജീവിതമായി. എത്ര കാലം എന്നറിയാമോ? എത്ര നാൾ? കണ്ടോ, 10 മാസം. കൊള്ളം പറയുക. 9 മാസം 9 ദിവസം 9 നാഴിക 9 വിന. ഇതിനെ റൗണ്ട് ഫിഗർ ആക്കി അമ്മച്ചിമാർ പറയുന്നത് 10 മാസം ഞാൻ നിന്നെ ചുമന്നാന്ന്. ചുമ്മാതാ, അത് റൗണ്ട് ഫിഗറാണ്. കറക്റ്റ് പറഞ്ഞാൽ എത്ര നാൾ? 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക കൃത്യമായി അകത്തായിരുന്നു. കരയാത്ത ഒരു കാലം. അവിടെ നിന്ന് ഇറങ്ങി വന്ന അന്ന് തുടങ്ങിയ കരച്ചില ഇതുവരെ തീർന്നിട്ടുണ്ടോ? ഇപ്പോഴും കരയാണ്. ചിരിക്കുന്ന പോലെയൊക്കെ ആണെങ്കിലും അകത്തെന്തോ ഉണ്ട്.
ചിരിയോടുകൂടി ഒരു കരയോടുകൂടി ഒരു ചിരി. അതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അകത്ത് കിടന്ന കാലത്ത് ഇതിനൊന്നും ഒരു ടെൻഷൻ, വാടകയുടെ ടെൻഷനില്ല, ഫീസിൻ്റെ ടെൻഷനില്ല, കെമിസ്ട്രി, മാത്സ്, കൊച്ചിൻ്റെ A+, ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ലാതെ സുഖമായി കഴിഞ്ഞു. ഇതേപോലെ ക്രിസ്തുവിൽ കഴിയാൻ പറ്റണം. എൻ്റെ സകല കാര്യത്തിനും മതിയായവനാണ്, അവനിലാണ് ഞാൻ വസിക്കുന്നത്, ആ ക്രിസ്തുവിൽ ഞാനായിരിക്കുന്നു, എനിക്ക് ടെൻഷൻ വേണ്ട എന്ന ചിന്തയോടെ കഴിയണം. അങ്ങനെ ചിന്തയോടെ കഴിയുന്നവരുടെ ഏറ്റവും വലിയ ലക്ഷണം, അവരുടെ വായിലില്ലാത്ത 3 പദങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? ക്രിസ്തുവിൽ ആയവർ പറയാത്ത 3 പദങ്ങൾ. ഒന്ന്, അയ്യോ 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 എന്ന് പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ക്രിസ്തുവിൽ അല്ല. രണ്ടാമത് വേറൊരു പദമുണ്ട്, വയ്യ വയ്യ വയ്യ. മനുഷ്യനെ എനിക്കങ്ങ് വയ്യ 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 എന്ന് ഒരു ദിവസം എത്ര പ്രാവശ്യം പറയും? വേറൊരു പദമുണ്ട്, മൂന്നാമതൊരെണ്ണമുണ്ട്, ഇല്ല ഇല്ല ഇല്ല. സുഖമുണ്ടോ? ഇല്ല. കഞ്ഞി കുടിച്ചോ? ഇല്ല. കാശുണ്ടോ? ഇല്ല. ആശുപത്രി പോയോ? ഇല്ല. കൺവെൻഷൻ ഉണ്ട്, വരുന്നോ? ഇല്ല. എന്തോ ചോദിച്ചാലും എന്തേ പറയുള്ളൂ? ഇല്ല. ഈ ഇല്ലായ്മ, വയ്യ, അയ്യോ, ഈ പദങ്ങളൊക്കെ ക്രിസ്തുവിൽ അല്ലെന്നുള്ളതിൻ്റെ തെളിവാണ്. ക്രിസ്തുവിലുള്ളവൻ അഭിമാനത്തോടെ നിൽക്കണം. അപ്പോൾ ദൈവപ്രസാദത്തിൻ്റെ ജീവിതം, ക്രിസ്തു കേന്ദ്രീകൃത ജീവിതം. മൂന്നാമത്തേത് ആത്മനിയോഗ ജീവിതം. ഞാനല്ല എന്നെ നടത്തുന്നത്, പിന്നെ ആരാ നടത്തുന്നത് എന്നെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നടത്തുന്നത്. ആത്മാവാണ് എന്നെ നടത്തുന്നതെന്നുള്ള ബോധത്തോടെ ജീവിക്കണം. ദ സ്റ്റെപ്സ് ആൻഡ് ദ സ്റ്റോപ്സ് ആർ ഓർഡേഡ് ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് വേണം നമ്മുടെ നിൽപ്പ്, നമ്മുടെ കുതിപ്പ് നിയന്ത്രിക്കുക. ഞാനല്ല എന്നെ നിയന്ത്രിക്കുക. നമ്മുടെ ഇഷ്ടമല്ല. ആരുടെ ഇഷ്ടം? ആത്മാവിൻ്റെ ഇഷ്ടം. അടുത്ത നാലാമത്തത് വചനാധിഷ്ഠിത ജീവിതമാണ്. വചനം അനുസരിച്ച് മാത്രം. വചനത്തിന് വിഘാതമായതൊന്നിലും ഞാൻ ഇടപെടത്തില്ല, വചനത്തിന് ദോഷമായതൊന്നിലും ഞാൻ ഇടപെടത്തില്ലെന്ന നിഷ്ഠയോടുകൂടെ ജീവിക്കാൻ കഴിയും. അപ്പം ഇതെല്ലാം കൂടെ ചേരുന്നതിനെയാണ് നാം അറിയേണ്ടത് ഉണർവിൻ്റെ ജീവിതം. അതിനകത്ത് പാട്ടുണ്ട്, ആരാധനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതാണ് ഉണർവിൻ്റെ ലക്ഷണമെന്ന് നമ്മൾ അറിയണം. അടുത്തത് പ്രാർത്ഥന. ഉണർവോടും പിന്നെന്തോ വേണം? പ്രാർത്ഥനയോട്. പ്രാർത്ഥന മുടങ്ങിപ്പോകരുത് ക്രിസ്ത്യ ജീവിതത്തിൽ. ശ്രദ്ധിച്ച 2 വാചകങ്ങൾ ഞാൻ പറയാം. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട്. വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നു. ഈ 2 കാര്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ളൊരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയണം. കുഞ്ഞുങ്ങൾ കേട്ടോ ഞാൻ പറഞ്ഞ്? ഒന്ന്, പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് എന്തോ ചെയ്യുന്നു? സംസാരിക്കുന്നു. വചനം വായിക്കുന്നവനോട് ദൈവം സംസാരിക്കുന്നു. നമ്മുടെ നേതാക്കന്മാരെല്ലാവരോടും നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിയോടോ പ്രധാനമന്ത്രിയോടോ പ്രസിഡൻറ്റിനോടോ അവരോടൊന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവൻ ആരോടാണ് സംസാരിക്കുന്നത്? അവരിൽ ഉന്നതനായ അത്യുന്നതനായ ദൈവത്തോട്. അതുകൊണ്ട് പ്രാർത്ഥന മുടങ്ങരുത്. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ചില സമയങ്ങൾ വേർതിരിച്ചോണം. പ്രശ്നം വന്ന് മൂക്കിന് മുട്ടി ശ്വാസം മുട്ടുന്ന നേരത്തെ ഇനി പ്രാർത്ഥിക്കാമെന്നല്ല, നിരന്തരം പ്രാർത്ഥിച്ചോണം. ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ടല്ലോ, അവരോട് ഞാൻ വളരെ ഭയത്തോടെ പറയാം, പ്രാർത്ഥന മുറിയിൽ മുട്ടുകുത്താത്തവൻ പ്രസംഗവേദിയിൽ കുതികാലെ നിൽക്കരുത്. വാചകം എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്താൻ മനസ്സില്ലാത്തവൻ പ്രസംഗവേദിയിൽ കുതികാലെ നിൽക്കരുതെന്ന്. പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്താമോ? ദൈവം നിന്നെ കുതികാലെ നിർത്തിയിരിക്കും. കുതികാലെ നിൽക്കണമെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തിക്കോണം. പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തണം. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ മുഖത്തേക്കും വചനത്തിലേക്കും നോക്കാത്ത ഒരു ശുശ്രൂഷകൻ ജനത്തെ നോക്കരുത്. ജനത്തെ നോക്കി വിരൽ ചൂണ്ടാൻ നമുക്ക് ഭയങ്കര കാര്യമാണ്. പക്ഷെ അതിനു മുമ്പ് എവിടോട്ട് നോക്കിക്കോണം? വചനത്തിലേക്കും കർത്താവിൻ്റെ മുഖത്തേക്കും നോക്കിക്കോണം. പ്രാർത്ഥനാ മുറിയിൽ കരയാത്തവൻ പ്രതിസന്ധിയുടെ മുമ്പിൽ കരയാൻ പാടില്ല. പ്രാർത്ഥനാ മുറിയിൽ കരഞ്ഞാൽ പ്രതിസന്ധിയുടെ മുമ്പിൽ നമുക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റും. നമ്മളെ നോക്കി പല്ലിളിക്കുന്ന പിശാചിനോട് യേശുവിൻ്റെ നാമത്തിൽ മാറി നിൽക്കുക, ദുഷ്ട ശത്രുവേ എന്ന് പറയാൻ, നിസാരമായി പറയാൻ, അതിന് വലിയ പടക്കം പൊട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിശാച് എന്ന് പറയാൻ നമുക്ക് പറ്റണമെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേൽക്കണം. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവിന് മടങ്ങി വരവാണ്. ആ മടങ്ങി വരവിനുള്ള പ്രാഗൽഭ്യം, പ്രാപ്തി എന്ന് പറയുന്നത്, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനുള്ള പ്രാപ്തി. ഒന്ന്, നാം യേശുവിൻ്റേതാകണം. യേശുവിൻ്റേത് ആകണം. അതിനുള്ള നടപടി എന്താണെന്നറിയാമോ? മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട ക്രിസ്തുവിൻ്റേതാകണം. ലോകത്തിൻ്റേതാണ്, പിശാചിൻ്റേതാണ്, ജനസംഖ്യ ശക്തിയുടേതാണ്, മതത്തിൻ്റേതാണ്, സമുദായത്തിൻ്റേതാണ്. അങ്ങനെയൊക്കെ ഒത്തിരി ഉടമസ്ഥാവകാശം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ആരുടേതാകണം? പറഞ്ഞേ, നമ്മൾ ആരുടേതാകണം? ക്രിസ്തുവിൻ്റേതാകണം. ക്രിസ്തുവിൻ്റേതാകാത്തിടത്തോളം
നമുക്ക് ക്രിസ്തുവിൻ്റെ വരവിൽ നിൽക്കാൻ പറ്റത്തില്ല. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തുവിൻ്റെതാണ്? ക്രിസ്തുവിനുള്ളവർ കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഉയർന്ന കരങ്ങളെ കണ്ട് സന്തോഷിക്കുന്നു. പക്ഷേ ക്രിസ്തുവിനുള്ളൊരു ലക്ഷണം ഞാൻ ഇനി പറയാൻ പോകും. അന്നേരം ഈ പൊങ്ങിയ കൈയെല്ലാം പൊങ്ങണം. അങ്ങനെ നമ്മൾ തമ്മിലുള്ള ബന്ധം ഉറപ്പിക്കുന്നു. ക്രിസ്തുവിനുള്ളവരാരാന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കൈ ഉയർത്തി. ഇനി ക്രിസ്തുവിനുള്ള ലക്ഷണം ഞാൻ പറയാം. ഗലാത്യലേഖനം 5:24 വാക്യം മറന്നു പോകരുത്. ക്രിസ്തുവിനുള്ളവർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞവരൊക്കെ ഓർത്തോണം. ഗലാത്യലേഖനം 5:24. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ എന്തോ ചെയ്തവരാ. അപ്പം ജഡത്തെ ക്രൂശിച്ചവരാണ് ആർക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ വഴക്കില്ല, ബഹളമില്ല, ഒച്ചപ്പാടില്ല, ഒരു വിമർശനവും ഇല്ല, വിരോധവും ഇല്ല, വിദ്വേഷവും ഇല്ല. ക്രിസ്തുവിനുള്ളവർ ജഡത്തെ എന്തോ ചെയ്തു? ക്രൂശിച്ചു. ജഡത്തെ ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ തല്ലുകയും അടിക്കുകയും രോമം പിഴുതു പറിക്കുകയും മുഖത്ത് തുപ്പുകയും ഒക്കെ ചെയ്തപ്പോഴും കർത്താവ് അതുപോലെ വല്ലതും ചെയ്തു? സഹനമാണ്. അതാ ജഡത്തെ ക്രൂശിക്കുക എന്ന് പറയുന്നത്. ആക്ഷേപം ഉന്നയിച്ചു. ആളനായവൻ ബയൽസെബൂലിനെ കൊണ്ട് രോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കിയത് എന്നൊക്കെ പറഞ്ഞു യേശുവിനെ കുറിച്ച് എന്തെല്ലാം ആക്ഷേപം പറഞ്ഞു. യേശു കമാന്നൊരക്ഷരം വേണ്ടിയില്ല. നമുക്കെതിരെയുള്ള ആക്ഷേപങ്ങളെ സഹിക്കുക, വഹിക്കുക, പൊറുക്കുക, താങ്ങുക, കരുതുക. അതാണ് ക്രിസ്തുവിനുള്ളവരുടെ ലക്ഷണം. എത്ര പേർക്ക് ഉറപ്പുണ്ട കാര്യം? നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വഹിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കേട്ടതിന് അന്നേരം മറുപടി പറയാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രശ്നം കൂടുതൽ രൂക്ഷമാകത്തേ ഉള്ളൂ. നമ്മളെ ശപിച്ചവരെ കൂടെ ശപിക്കാൻ ആണ് നമുക്ക് താല്പര്യം. യേശുവിൻ്റെ 7 മൊഴികളിൽ ഒന്നാമത്തെ മൊഴി എനിക്ക് ദാഹിക്കുന്നു എന്നുള്ളതല്ല, അമ്മയുടെ ഉത്തരവാദിത്വമല്ല. ഒന്നാമത്തെ മൊഴി ഏതാണെന്നറിയാമോ? ഇവരോട് ക്ഷമിക്കണമേ എന്നതാണ്. ആ യേശുവിനെ പോലെ നമ്മുടെ രാഗതാപ താളങ്ങളെ ക്രൂശിക്കാൻ കഴിയും. അവരാണ് യേശുവിനുള്ളവർ. സ്വോത്രം പറഞ്ഞാട്ടെ. ഓക്കെ, ഇനിയും യേശുവിനുള്ള രണ്ടാമത്തെ ലക്ഷണം പറയാം. ഫിലിപ്പിയ ലേഖനം 2:5. ദ സെയിം ആറ്റിറ്റ്യൂഡ് വിച്ച് വാസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരാകണം. ക്രിസ്തുവിൻ്റെ പാപം അല്ല, പിന്നെ ഭാവം എന്ന് പറഞ്ഞാൽ ആറ്റിറ്റ്യൂഡ്. ക്രിസ്തുവിൻ്റെ മനോഭാവം. നമ്മുടെ മനോഭാവം നമുക്കറിയാമല്ലോ. എന്തോ നമ്മുടെ മനോഭാവം. ചിലരോട് നമുക്ക് സഹകരിക്കാൻ പറ്റുന്നില്ല, ചിലരുമായിട്ട് നമുക്ക് കൂടാൻ പറ്റുന്നില്ല, കുടുംബത്തിൽ തന്നെ എല്ലാവരുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. മോളെ ഇഷ്ടമുള്ള അമ്മയ്ക്ക് മരുമോളെ ഇഷ്ടമല്ലാതെ വരുന്നു. മോനെ ഭയങ്കര ഇഷ്ടമാണ്, മോൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യ ഇഷ്ടമല്ലാതെ വരുന്നു. അമ്മ ഇഷ്ടമുള്ള മോക്ക് ഭർത്താവിൻ്റെ അമ്മ ഇഷ്ടമാകുന്നില്ല, അമ്മാവി അമ്മ ഇഷ്ടമാകുന്നില്ല. മോനെ ഇഷ്ടമാണ്, മരുമോനെ ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടങ്ങളിൽ വ്യതിരക്തതയുണ്ടല്ലോ. അത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഭാവമാണോ? തന്നെ ഒറ്റിക്കൊടുക്കാൻ, അതിങ്ങനെ 30 വെള്ളിക്കാശ് സമ്പാദിക്കാൻ 3.5 വർഷം കൂടെ നടന്നവനെയും കൂടെ യേശു വാങ്ങിച്ചുകൊണ്ട് നടന്നില്ലേ? എന്നെ മനോഭാവം നോക്കി. 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയാനുള്ളവനാ പത്രോസ് എന്നുള്ളത് അന്നേരമല്ല മനസ്സിലാക്കിയത്. യേശുവിനെ നേരത്തെ അറിയാമായിരുന്നു. എന്നിട്ടും യേശു അവനെ വഹിച്ചില്ലേ? അതാ യേശുവിൻ്റെ മനസ്സ്. നമ്മുടെ കൂടെ നിൽക്കുന്ന പുള്ളി നാളെ നമുക്ക് പാരയാന്ന് അറിഞ്ഞാൽ നമ്മുടെ നിലപാട് എന്തോ ആയിരിക്കും? ആദ്യം അവനെ തട്ടുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. യേശു 3.5 വർഷം ഇവരെ വഹിച്ചുകൊണ്ട് നടന്നാണ്. അതാണ് യേശുവിൻ്റെ മനോഭാവം. യേശുവിനെ വേണ്ട, ഞാനിനി മീൻ പിടിക്കാൻ പോവുകയാണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ മറ്റവർ പറഞ്ഞു ഞങ്ങളും പോരുന്നു. എല്ലാവരും കൂടെ തിരിച്ചു പോയി. ആ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. തീരത്ത് ആളുകൾ കൂടുന്നതിന് മുമ്പ് വള്ളം കൊണ്ട് അടുപ്പിച്ച് വീട്ടിൽ പോയി ബാക്കി ഉറങ്ങാമെന്ന് പറഞ്ഞ് അവർ വള്ളം കൊണ്ട് അടുപ്പിച്ചിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ശാന്തമായ മാതൃതുല്യമായൊരു വാചകം കേൾക്കുന്നു. മക്കളെ വന്ന് പ്രാതൽ കഴിക്കെ. ഉപേക്ഷിച്ച് പോയവരുടെ ശരീരത്തിൻ്റെ തണുപ്പകറ്റാൻ കനലും വിശപ്പകറ്റാൻ അപ്പവും മീനും ക്രമീകരിച്ച് വെച്ച ഒരമ്മയാണ് നമ്മുടെ കർത്താവ്. ആ മാനസികാവസ്ഥ, ആ മനോഭാവം മാതൃതുല്യ മനോഭാവം. മാതൃതുല്യ മനോഭാവം. അമ്മയ്ക്ക് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? മകൻ വരുന്നിടം വരെ അത്താഴം ഉണ്ണാതെ കാത്തിരിക്കാൻ ആർക്കേ പറ്റുള്ളൂ? അമ്മ അങ്ങനെ കാത്തിരിക്കുക, വിളക്കണയ്ക്കാതെ വന്നിട്ട്. അതിനിടയ്ക്ക് അപ്പുറത്ത് അപ്പൻ നെഞ്ചിലും മകനോട് സ്നേഹമുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുള്ളി അപ്പൻ്റേതായിട്ടുള്ള ആ പൗരുഷം വെളിപ്പെടുത്താൻ, നീ അടച്ചു വെച്ചിട്ട് കിടന്ന് ഉറങ്ങടി, അവൻ വരുമ്പോൾ എടുത്ത് കഴിക്കും, കൂടെ പറയാറുണ്ട്. എന്നാൽ അവൻ വന്നിട്ടേ ഞാൻ കിടക്കുന്നുള്ളൂ, നിങ്ങൾ കിടന്നു. മോൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നൊരമ്മ. അതേപോലൊരമ്മയാണ് ആര്? യേശു. മക്കളെ വന്ന് പ്രാതൽ കഴിക്കേ. സ്തോത്രം. അതാ യേശുവിൻ്റെ ആറ്റിറ്റ്യൂഡ്, ദ സെയിം ആറ്റിറ്റ്യൂഡ്. അതാണ് ക്രിസ്തുവിനുള്ളവരുടെ മനസ്സ്. ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ്റെ മുമ്പിൽ നന്നായി നിൽക്കാൻ കഴിയണമെങ്കിൽ ആ മനസ്സുള്ളവരാകണം. നമ്മുടെ ജഡത്തെ എന്ത് ചെയ്തവരാകണം? ക്രൂശിച്ചവരാകണം. യേശുവിനുള്ളവരുടെ വേറൊരു പ്രത്യേകത പറയാം. 1 കൊരിന്ത്യർ 2:16. നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ.
നാമോ ആരുടെ മനസ്സുള്ളവരാ? നമ്മളെക്കുറിച്ച് വേറെ നാട്ടുകാരൊക്കെ പറയും, അയ്യോ അവൻ്റെ അപ്പനെ പോലെ തന്നെ, അമ്മ അങ്ങോട്ട് പോയി നോക്കണ്ട, അമ്മയുടെ അതേ സ്വഭാവം, അമ്മാച്ചനെ പോലെ തന്നെ, അങ്ങനെയൊക്കെ നമ്മളെ പറയാറുണ്ട്. പക്ഷെ ആരെങ്കിലും പറഞ്ഞു കണ്ടിട്ടുണ്ടോ യേശുവെ പോലെ തന്നെ? അങ്ങനെ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഓർത്തോണം, മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ പ്രാപ്തരായിട്ടില്ലെന്നാ. അമ്മാച്ചനെ സദൃശമാകാൻ, അമ്മാച്ചനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. ആ അപ്പനെ പോലെ എന്നൊക്കെ യേശുവെ പോലെ എന്ന് പറയാൻ കഴിയണം. റോമാലേഖനം 8:9 ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പൊ ക്രിസ്തുവിനുള്ളവർക്ക് എന്തോ വേണം? ആരുടെ ആത്മാവ് വേണം? ക്രിസ്തുവിൻ്റെ ആത്മാവ്. സഹനത്തിൻ്റെ, വിശുദ്ധിയുടെ, വിശ്വസ്തതയുടെ, വിവേകത്തിൻ്റെ, വിനയത്തിൻ്റെ, എളിമയുടെ, താഴ്മയുടെ, സൗമ്യതയുടെ, ശാന്തതയുടെ ആത്മാവാ ക്രിസ്തുവിൻ്റെ ആത്മാവ്. അന്യഭാഷയുടെ മാത്രം ആത്മാവല്ല, വിശുദ്ധിയുടെ ആത്മാവായിരുന്നു. ആ ആത്മാവുള്ളവരാ ക്രിസ്തുവിനുള്ളവർ. ആ ക്രിസ്തുവിനുള്ളവർക്ക് മാത്രമേ മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽക്കാൻ പ്രാപ്തിയാകുകയുള്ളൂ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ച് ഒരു കാര്യം കൂടെ പറയാം, ഒറ്റ കാര്യം കൂടെ പറയാം. ക്രിസ്തുവിനുള്ളവർ ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടും. അടുത്തത് ക്രിസ്തുവിനോട് ചേർന്നവർ. ക്രിസ്തുവിനോട് ചേർന്നവർ, അതിന് സ്നാനമാണ് അനിവാര്യം. ദേശം മുഴുവനും കേൾക്കണം, ക്രൈസ്തവ ജനത മുഴുവനും കേൾക്കണം. ക്രിസ്തുവെന്ന മനുഷ്യപുത്രൻ്റെ വരവെങ്കിൽ എടുത്തുകൊള്ളപ്പെടാൻ കഴിയണമെങ്കിൽ താങ്കൾ എന്തോ ഇതായിരിക്കണം? സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേർന്നവരായേ പറ്റൂ. തെളിവ് തരാം, വിശദീകരണം ലഘുവായി പറഞ്ഞ വാക്കുകൾ അവസാനിപ്പിക്കാം. ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവിനോടൊപ്പം നിൽക്കാൻ പറ്റണമെങ്കിൽ സ്നാനമേറ്റേ പറ്റൂ. അങ്ങനെ വാക്യമുണ്ടോ ഉദ്ദേശിച്ച്? പിന്നെ വാക്യമില്ലാത്ത കാര്യമൊന്നും അല്ലല്ലോ ഇതുവരെ പറഞ്ഞ്, എല്ലാത്തിനും വാക്യം പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു വാക്യം കേട്ടു. റോമാലേഖനം 6:5 റോമർ 6:5 അവൻ്റെ മരണത്തിൻ്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, ബാക്കി പറ, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോടും എന്തോ ചെയ്യും? അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുനരുത്ഥാനം പ്രാപിക്കണമെങ്കിൽ ആദ്യം എന്തോ ചെയ്യണം? മരണത്തിൻ്റെ സാദൃശ്യത്തോട് എന്തോ ചെയ്തേ പറ്റൂ? മരണത്തിൻ്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുന്ന കർമ്മം ഏതാ? സ്നാനമാണ്. യേശുവിൻ്റെ മരണയടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാനുള്ള കർമ്മമാണ് സ്നാനം. അങ്ങനെയാണെങ്കിൽ ആ സ്നാനം എന്തിനാ? യേശുവിനോട് ചേരാനാ, അല്ലാതെ പള്ളിയിൽ ചേരാനല്ല. അതിൻ്റെ വാക്യങ്ങൾ കേട്ടോണം. റോമാലേഖനം 6:3 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ, അങ്ങനെയല്ലേ? 6:3 അടുത്തത് ഗലാത്യ ലേഖനം 3:27 ഗലാത്യർ 3:27 ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പം സ്നാനം എന്തിനു വേണ്ടിയാ? പെന്തക്കോസിൽ ചേരാനല്ല. സ്നാനം എന്തിനു വേണ്ടിയാ? ഉപദേശിയുടെ നിർബന്ധത്തിന് വഴങ്ങിയതല്ല. സ്നാനം എന്തിനു വേണ്ടിയാ? എല്ലാവരും പെട്ടു ഞാനും പെട്ടു, അതല്ല, ക്രിസ്തുവിനോട് ചേരാൻ. അടുത്ത ചോദ്യം, ക്രിസ്തുവിനോട് ചേർന്നാൽ നമ്മൾ ആരാകും? അതാ പഠിക്കേണ്ടത്. ക്രിസ്തുവിനോട് ചേർന്നാൽ എന്താകും? നാം ക്രിസ്തുവും തമ്മിൽ ഒന്നാകും. എങ്ങനെ? ആത്മാവിൽ ഒന്നാകും. 1 കൊരിന്ത്യർ 6:17 1 കൊരിന്ത്യർ, ഞാൻ ഒത്തിരി വാക്യങ്ങൾ പറഞ്ഞു, വാക്യങ്ങളൊക്കെ നിങ്ങൾ കുറിച്ചെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. 1 കൊരിന്ത്യർ 6:17 പറയുന്നത്, ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ ക്രിസ്തുവുമായി ഏക ആത്മാവാകുന്നു. അപ്പം ക്രിസ്തുവിനോട് പറ്റിച്ചേരാനാണ് സ്നാനമെങ്കിൽ ക്രിസ്തുവിനോട് സ്നാനത്താൽ പറ്റിച്ചേരുന്നവൻ ക്രിസ്തുവുമായിട്ട് എന്തോ ആകുന്നു? ഏക ആത്മാവാകുന്നു എന്നുള്ള കാര്യം പഠിക്കണം. ഏക ആത്മാവാകുന്നു. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ ഏക ആത്മാവാകുന്നു എന്ന് പഠിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ പൊരുൾ മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി 2:24 പഠിക്കണം. ഉൽപ്പത്തി 2:24 പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട്, ബാക്കി പറ, ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി മാറും. ഇരുവരും ഒരു ദേഹമായി മാറും. 1 കൊരിന്ത്യർ 6:17 യേശുവിനോട് പറ്റിച്ചേരുന്നവൻ എന്തോ ആകുമെന്ന? ഏകദേഹമല്ല, പിന്നെ ഏക ആത്മാവാകുന്നു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പഠിക്കണം. ഭർത്താവിനോട് പറ്റിച്ചേരുന്ന ഭാര്യയും ഭാര്യയോട് പറ്റിച്ചേരുന്ന ഭർത്താവും തമ്മിൽ എന്തോ ആയി മാറും? ഏകദേഹം അഥവാ ഏക ശരീരമായി മാറും. ശരീരത്തിനല്ലെങ്കിൽ ദേഹത്തിന് എന്താ കുഴപ്പമെന്നറിയോ? മരണം വരും. ദേഹം മരണം പ്രാപിക്കുന്നതോടുകൂടി ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് ചെയ്യും? അകന്നു പോകും. പക്ഷേ സ്നാനത്താൽ ക്രിസ്തുവിനോട് ചേരുന്നവൻ ഏക ആത്മാവാണ്. ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കാമെന്നറിയാമോ? നമ്മുടെ ദേഹത്തിൻ്റെ മരണശേഷവും നമ്മൾ കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ ആത്മാവിന് മാത്രമേ സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ. ജഡരക്തങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്തോ ചെയ്യത്തില്ല, അവകാശമാക്കത്തില്ല. അതുകൊണ്ട് സ്നാനപ്പെടാത്ത ഒരൊറ്റ വ്യക്തിക്കും ആത്മമണ്ഡലത്തിൽ പ്രവേശനമില്ല. എത്ര കുർബാന കൈക്കൊണ്ടു എന്നുള്ളതല്ല, എത്ര കൺവെൻഷന് കൂടി എന്നുള്ളതല്ല, എത്ര രൂപ സ്വത്രാഴ്ചയിട്ടു എന്നുള്ളതല്ല. യേശുവിനോട് നീ സ്നാനത്താൽ ചേർന്ന ഒന്നായിട്ട്. എങ്ങനെ സ്നാനപ്പെടണം? യേശു കാണിച്ച മാതൃക പ്രകാരം സ്നാനപ്പെടണം.
യേശു കാണിച്ച ഒരു രീതിയുണ്ട്, രീതിശാസ്ത്രമുണ്ട്. അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന യോഹന്നാൻ്റെ അരികിലേക്ക് പടവുകൾ ഇറങ്ങി വരുന്നു യേശു. യോഹന്നാൻ പറയുന്നു, നിന്റെ കയ്യാൽ ഞാൻ സ്നാനം. യേശു പറയുന്നു, അരുത്. ഇങ്ങനെ സകല നീതിയും എന്തോ ചെയ്യണം? ഇങ്ങനെ. നീ ഇറങ്ങി നിൽക്കുന്നത് പോലെ ഞാൻ ഇറങ്ങി വന്നില്ലേ? ഇങ്ങനെ മുക്കിയല്ലേ നീ സ്നാനപ്പെടേ? ആ നിലവാരത്തിൽ അങ്ങനെ നിവർത്തിക്കപ്പെടണം. കണ്ടോ, ഈശോ മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ കോനാട്ട് മാത്തൻ മൽപ്പാൻ എഴുതിയ സുറിയാനി ഭാഷാന്തരത്തിൻ്റെ ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. നമ്മുടെ മലയാള ബൈബിളിൽ മാത്രമേ യേശു വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങി എന്നേ അർത്ഥമുള്ളൂ, മുങ്ങി എന്നർത്ഥം ഇല്ല. കോനാട്ട് മാത്തൻ മൽപ്പാൻ അദ്ദേഹം ഭയങ്കര ഭാഷാ പണ്ഡിതനാണ്, സുറിയാനി ഭാഷയിലെ ഹൈ സ്കോളറാണ്. അദ്ദേഹം എഴുതിയ ഭാഷാന്തര ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് മിശിഹ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പൊങ്ങിയപ്പോൾ പരിശുദ്ധ റൂഹ പ്രാവെന്ന് പറയും. അപ്പോൾ യേശു വെള്ളത്തിൽ മുങ്ങുകയും പിന്നെ ഈ മുങ്ങുന്ന എന്തിനാന്ന് പറ. അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവദാസൻ്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവ പൈതൽ വെള്ളത്തിൽ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിച്ച് ബ്ലസ്സിംഗ് പ്രയറൊക്കെ നടത്തി ആ വെള്ളത്തിലേക്ക് ഈ വ്യക്തിയെ സ്നാനാർത്ഥിയെ സ്നാപകൻ പിടിച്ച് മുക്കുന്നത് എന്തിനാ? നിന്റെ വാമൊഴിയും പ്രകാരം വിശുദ്ധ തിരുവെഴുത്തുകളും പ്രകാരം ഞാൻ ഈ ജലത്തിൽ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചങ്ങോട്ടൊരു മുക്കുമ്പോൾ അണിവരൽ പോലും പുറത്ത് കാണത്തില്ല, മുടിനാരഴ പോലും പുറത്ത് കാണത്തില്ല. എത്ര വണ്ണക്കാരിയാണെങ്കിലും എത്ര പൊണ്ണക്കാരനാണെങ്കിലും ഉപദേശിമാരായി ഞങ്ങൾ താങ്ങും, പിടിച്ചങ്ങോട്ട് താക്കും. ആ താക്കുന്ന എന്തിനാണെന്നറിയാമോ? ആൻറ്റി, വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണെങ്കിൽ താത്ത് വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. ഇത് താക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ അടക്കത്തിൻ്റെ രൂപത്തോട് ഏകീഭവിക്കാൻ. മൃതശരീരം അടക്കുമ്പം ഇന്ന് ഞാൻ നാളെ നീ RIP ഒന്നും കാണിച്ചോണ്ടല്ല പെട്ടി അടക്കുന്നതാണോ, അതെല്ലാം മൂടിയിട്ട് അടക്കുക. യോ മൊത്തം മൂടല്ലേ, കൂടെ എനിക്ക് വന്നൊന്ന് കാണാനാണ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും അച്ചാൻ്റെ മുഖം തെളിഞ്ഞിരിപ്പുണ്ടോ? മൊത്തം മൂടി. ആ കുഴിക്കകത്തോട്ട് നമ്മളെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മീതെ ഒരു കുഴിമാടും കൂടെ തീർക്കുന്നു എന്ന് പറഞ്ഞ പോലെ പാപത്തിൽ മരിച്ചിട്ടിറങ്ങി വന്ന വ്യക്തിയെ ഞങ്ങൾ വെള്ളത്തിൽ മുക്കുന്നത് അടക്കത്തിൻ്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ, മുക്കിയ ഉടനെ പൊക്കുന്നത് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ പുനരുദ്ധാനത്തോടെ ഏകീഭവിക്കാൻ. ഇങ്ങനെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിച്ചവൻ ക്രിസ്തുവുമായി ഏക ശരീരമല്ല, പകരം ഏകാത്മാവാകുന്നു. ആ ഏകാത്മാവായാൽ മരണമില്ലാതെ ആത്മമണ്ഡലത്തിൽ പ്രവേശിക്കാം. അല്ലാതെ പറന്നിടുമേ ഞാനും എന്നൊക്കെയുള്ള പാട്ട് കേൾക്കുമ്പോൾ ആവേശം കൊണ്ടിട്ടൊന്നും കാര്യമില്ല, പറക്കത്തില്ല വിടുന്ന്. കർത്താവിൻ്റെ വരവിങ്കൽ കർത്താവിനോട് ചേർന്ന് ഒരേ ആത്മാവായവർക്കേ പ്രവേശനമുള്ളൂ. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശുദ്ധ ജീവിതത്തിൻ്റെ പവിത്രത നിലനിർത്തണം. ആ ശരീരമാണ് ഉയർക്കുക. 1 കൊരിന്ത്യർ 6:13-14 എല്ലാവരും കേട്ടോണം. യോഗം അവസാനിക്കാൻ പോവുകയാണെന്നുള്ളത് കൊണ്ട് പരമാർത്ഥമായ സത്യങ്ങൾ വിളിച്ചു പറയുക. അടുത്ത ഒരു പ്രാവശ്യം ഇത് കേൾക്കാൻ നമ്മൾ ബാക്കിയില്ലെങ്കിൽ ഇതറിയാതെ പോകരുത്. കർത്താവ് വരാൻ നേരമായി. കേട്ടോണേ. 1 കൊരിന്ത്യർ 6:13 ശരീരം ദുർനടപ്പിനല്ല, ശരീരം കർത്താവിനത്രേ, കർത്താവ് ശരീരത്തിനും എന്ന് 13 പറഞ്ഞിട്ട് 14 6:14 എന്നാലെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ ശരീരത്തെ ജീവിച്ചിരിക്കും കാലം അത്രയും ദുർനടപ്പിന് വിട്ടുകൊടുക്കാതിരുന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ച പോലെ നമ്മളെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അപ്പം ക്രിസ്തുവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മുടെ മർത്തി ശരീരങ്ങളെ ഉയർപ്പിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലത്തെ ശരീരത്തെ ദുർനടപ്പിന് വിട്ടുകൊടുക്കരുത്. ദുർനടപ്പെന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നിയമവിരുദ്ധ ലൈംഗികതയാണ്. ശരീരമെന്ന ആലയത്തെ അരുതരുതാത്തതിന് വിട്ടുകൊടുക്കരുത്. മോഹഭാരവശങ്ങൾ പെട്ടുഴന്നു പോകരുത്. കാണുന്നത് കേൾക്കുന്നതൊക്കെ ലൈംഗിക ചുവയുള്ളത്, ഭോഗാലസ ജീവിതമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ പാപരാഗങ്ങളെ, വിചാരവികാരങ്ങളെ, വിക്ഷോഭങ്ങളെ, ആസക്തികളെ ഒക്കെ ഉണർത്തുന്നത് കാണുന്നതും കേൾക്കുന്നതും, അതിനു വേണ്ടുന്ന പ്രചോദനം തരുന്നത് നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്നതും. പക്ഷെ ഒരു കാര്യം, നിയമവിരുദ്ധമായി ലൈംഗികതയിലേക്ക് പോകാതെ നമ്മുടെ ശരീരത്തെ ആണും പെണ്ണും കാത്താൽ കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടും. ദുർനടപ്പെന്ന മലയാള പദത്തിൽ 2 അർത്ഥമുണ്ട്. 1 പരസംഗം, 2 വ്യഭിചാരം. പരസംഗം എന്ന് പറയുന്നത് അവിവാഹിത കാലത്ത് ശരീരത്തെ ലൈംഗികതയ്ക്ക് വിട്ടുകൊടുക്കുന്നതാണ് പരസംഗം. വ്യഭിചാരമെന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലേക്ക്, അതായത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദാമ്പത്യ ജീവിതം, സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ച് അങ്ങയോട് മാത്രം ചേർന്നിരുന്നെന്നൊക്കെ പറഞ്ഞ് ഉഭയസമ്മതത്തിലൂടെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് ആ ഭാര്യ ഭർത്താവ് അറിയാതെ അബദ്ധസഞ്ചാരം ചെയ്താൽ, ആ ഭർത്താവ് ഭാര്യ അറിയാതെ പരസ്ത്രീ ഗമനത്തിന് പോയാൽ അതിനെയാണ് വ്യഭിചാരമെന്ന് പറയാം. തല്ല് വാങ്ങിക്കും.
ഉറപ്പാണ് ആ കാര്യം. മനസ്സിലായോ? ഭാര്യ ഭർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞ് നമ്മുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഭർത്താവിന് ചോദിക്കുന്ന ചോദ്യത്തിന് എന്തെങ്കിലും മറുകരുത് പറഞ്ഞ് രക്ഷപ്പെടുന്നു. രണ്ടുപേരുടെയും ജീവിത താളങ്ങൾ രണ്ട് വഴിക്കാണെങ്കിൽ അതിനെ വ്യഭിചാരം. ഒരു ജീവിത പങ്കാളിയെ ദൈവം ഉത്തമയായ ഒരു പങ്കാളിയുമായി നിന്നെ കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് നിൻ്റെ ശരീരത്തെ അനുകൂലമായി ഒത്തുകിട്ടിയപ്പോൾ സെക്സിന് വിട്ടുകൊടുത്താൽ അതാണ് പരസംഗം. ഈ രണ്ട് കൂട്ടരും കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടത്തില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നമ്മളെ എല്ലാവരെയും കൂടെ പൊക്കിക്കൊണ്ടു പോകാനല്ല കർത്താവ് വരുന്നത്, വിശുദ്ധിയോടെ നിൽക്കുന്നവരെ കൊണ്ടുപോകാനാണ്. വിശുദ്ധിയുടെ തീവ്രതയിൽ നിൽക്കുന്നവരെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്. എന്താ വായിച്ച വാക്യം? മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാൻ നമുക്കെന്തോ വേണം? പ്രാപ്തി വേണം. ആ പ്രാപ്തിയെക്കുറിച്ചുള്ള ചില വിചാരങ്ങളാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യേ യോഗങ്ങളുടെ സമാപന ദിവസത്തിൽ നൽകിയത്. നാട്ടുകാരോട് ഞാൻ പറഞ്ഞ ചിന്ത മറക്കരുത്. യേശുവെ പോലെ പാപമില്ലാത്ത, പാപം ചെയ്യാത്ത, പാപമറിയാത്ത, യേശുവെ പോലെ നിഷ്കളങ്കനും നിർദോഷനുമായ ഒരുവനില്ല. പാപം എന്തെന്ന് ആർക്ക് ബോധ്യം വരുത്താമെന്ന് ചോദിച്ച യേശുവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ഉലകത്തിലാരുമില്ലെങ്കിൽ സുഹൃത്തെ, ഇനി ഒരു അന്വേഷണത്തിന് നിൽക്കണ്ട. യേശു തന്നെ താങ്കളുടെ രക്ഷിതാവും കർത്താവുമാകട്ടെ. ഞാനൊരു കാര്യം കൂടെ ദേശത്തോട് പറയാം. യേശു ദൈവങ്ങളുടെ കൂട്ടത്തിലൊരു ദൈവമല്ല, ഏക സത്യദൈവമാണ്. ഒരു കാര്യം കൂടെ പറയാം. യേശു കർത്താക്കന്മാരുടെ കൂട്ടത്തിലൊരു കർത്താവല്ല, യേശുവാണ് ഏക കർത്താവ്. മറ്റൊരു കാര്യം കൂടെ പറയാം. യേശു രക്ഷകന്മാരുടെ കൂട്ടത്തിൽ രക്ഷകനല്ല, ഏക രക്ഷകനാണ് യേശു. വേറൊരു കാര്യം കൂടെ പറയാം. ഒത്തിരി അവതാരങ്ങളുള്ള കൂട്ടത്തിലൊരു അവതാരമല്ല യേശു, യേശുവാണ് ഏക അവതാരം. വേറൊരു കാര്യം കൂടെ പറയാം. യേശു മധ്യസ്ഥന്മാരുടെ കൂട്ടത്തിലൊരു മധ്യസ്ഥനല്ല, യേശുവാണ് ഏക മധ്യസ്ഥൻ. യേശു നായകന്മാരുടെ കൂട്ടത്തിലൊരു നായകനല്ല, ഏക നായകനാണ്. യോഗ്യന്മാരുടെ കൂട്ടത്തിലൊരു യോഗ്യനല്ല, ഏക യോഗ്യനാണ്. ന്യായാധിപന്മാരുടെ കൂട്ടത്തിലൊരു ന്യായാധിപനല്ല, ഏക ന്യായാധിപനാണ്. ഒത്തിരി വഴിയുള്ള കൂട്ടത്തിലൊരു വഴിയല്ല. രക്ഷയ്ക്കും മോക്ഷത്തിനും മുക്തിക്കും സായുജ്യത്തിനും ശാന്തിക്കും സമാധാനത്തിനും വിടുതലിനും വീണ്ടെടുപ്പിനും ഏക വഴിയാണ് ക്രിസ്തു, ഏക മാർഗമാണ് ക്രിസ്തു. താങ്കൾക്ക് ഒത്തിരി സഖിമാരുണ്ടാകാം. ആ സഖിമാരുടെ കൂട്ടത്തിലൊരു സഖിയല്ല, യേശുവാണ് താങ്കളുടെ ഏക സഖി. താങ്കൾക്ക് സഖാക്കന്മാർ ഒത്തിരി പേരുണ്ടാകാം. ഏക സഖാവ്, ആത്മസഖാവ് ക്രിസ്തു മാത്രമാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ.